ഹലോ. ആരംഭിച്ചിട്ട് മതിയേ, വേണ്ട. അത് കേരളത്തിലോട്ട് ടീച്ചേഴ്സ് ഉള്ളതാണ്, വലിയ ടീച്ചേഴ്സൊക്കെ ഉള്ളതാണ്. ഇപ്പം കൊടുക്കലട്ടോ. ഹലോ ഹലോ ഹലോ. السلام عليكم ورحمة الله وبركاته. هلا مرحبا مرحبا أهلا وسهلا. كيف حالكم يا أحبائي؟ CBSE Grade 10 കംപ്ലീറ്റ് അറബിക് ഗ്രാമർ മാരത്തോണിന്റെ ക്ലാസ്സിലേക്ക് എല്ലാ പ്രിയ കുട്ടികൾക്കും ഹാർദവമായ സ്വാഗതം. അപ്പം ടെക്നിക്കൽ ഇഷ്യൂ ഒക്കെ ഉണ്ടായതുകൊണ്ട് നമ്മൾ അല്പം വൈകിട്ടുണ്ട്. അപ്പം എല്ലാവരോടും ആദ്യമായി ക്ഷമ ചോദിക്കുകയാണ്. നമ്മുടെ ക്ലാസ് ആരംഭിക്കാൻ പോവുകയാണ്. അപ്പോൾ മാക്സിമം എല്ലാവരും നമ്മുടെ ഈ ലൈവ് ക്ലാസ്സിന്റെ ലിങ്ക് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യാം. എല്ലാവർക്കും മാക്സിമം ഷെയർ ചെയ്യട്ടെ. എല്ലാവരും എത്തിച്ചേരുക. നമ്മുടെ ക്ലാസ് ഏതാനും നിമിഷങ്ങൾക്കൊക്കെ ആരംഭിക്കും. അല്പസമയം നമ്മൾ വൈകിട്ടുണ്ടെന്നൊക്കെ അറിയാം. അപ്പം ഒരിക്കൽ കൂടെ എല്ലാവരോടും ക്ഷമ ചോദിക്കുകയാണ്. നമ്മുടെ ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ട്, ക്ലാസ് അല്പം വൈകിയതാണ് എന്നറിയിക്കുകയാണ്. എന്നാലും നമ്മുടെ ക്ലാസ് ഇൻഷാ അല്ലാഹ് ആരംഭിക്കാൻ പോവുകയാണ്. മാക്സിമം എല്ലാവരിലേക്കും മാക്സിമം ഷെയർ ചെയ്യട്ടെ. ഓക്കെ. അപ്പോൾ നമ്മളിനി ഇന്ന് നമ്മുടെ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കാര്യമായിട്ട് CBSE ഫസ്റ്റ് ടു ലാസ്റ്റ് വരെയുള്ള എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ഗ്രാമർ പോർഷനാണ് നമ്മളിന്ന് ഫുള്ളായിട്ട് കവർ ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ മാക്സിമം എല്ലാവരും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവുക. നിങ്ങൾ ഈ ഒരു ക്ലാസ് മുഴുവനായിട്ട് നന്നായിട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഫോളോ അപ്പ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഗ്രാമർ പോർഷൻ്റെ ഭാഗത്ത് നിങ്ങൾക്ക് 100% നിങ്ങൾക്ക് കറക്റ്റ് ഉത്തരം മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും ഇൻഷാ അല്ലാഹ്. അപ്പോൾ നിങ്ങളെല്ലാവരും കൂടെ വരിക. നോക്കാം നമുക്ക്. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കാര്യമായി ഉദ്ദേശിക്കുന്നത് കംപ്ലീറ്റ് ഗ്രാമർ ഏരിയാസ് ആണ്. ഫുൾ ഫസ്റ്റ് ടു ലാസ്റ്റ് വരെയുള്ള നമ്മുടെ കംപ്ലീറ്റ് ഗ്രാമർ ഏരിയാസ് നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. അതിൽ കവർ ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഓരോ ഗ്രാമർ ഏരിയയും നമുക്കറിയാം ഗ്രാമർ എക്സ്പ്ലനേഷൻ നമുക്ക് 5 മാർക്കിനാണ് ഉണ്ടാവുക. 5 മാർക്കിന് ചോദിച്ചാൽ അതിനെ എങ്ങനെ നമുക്ക് അറ്റൻഡ് ചെയ്യാം, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് എങ്ങനെ ഈ ക്വസ്റ്റ്യൻസ് നമുക്ക് അറ്റൻഡ് ചെയ്യാം എന്ന രീതിയിൽ നിങ്ങൾക്ക് ഇതിന്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതോടൊപ്പം ഓരോ ഏരിയയിൽ നമുക്ക് ഏതൊക്കെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം, ഏതൊക്കെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഓരോ ഏരിയയിലും വരാൻ ചാൻസ് ഉള്ളത്. അപ്പൊ ആ രീതിയിലുള്ള ഡിസ്കഷൻസ് ഒക്കെ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ. അപ്പം ആദ്യമായിട്ട് ഞാൻ എന്തായാലും ബേസിക് ആയിട്ടുള്ള ഗ്രാമർ ഏരിയ എന്ന് ആരംഭിക്കുകയാണ്. ബേസിക് തൊട്ട് ഞാൻ ഒന്ന് ഓടിച്ചു പോവാണ്. നമുക്കറിയാം അറബിയിലുള്ള വേർഡുകൾ ഏതൊരു വേർഡ് നോക്കുകയാണെങ്കിലും അതൊന്നുകിൽ ഈ പറയുന്ന 3 ഗണത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും. 3 ഗണത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും നമ്മുടെ അറബിക്കുള്ള ഏതൊരു വേർഡും. ഒന്നാമത്തത് അൽ ഇസ്മാണ്, നൗൺ അല്ലേ. രണ്ടാമത്തത് ഫിഅലാണ്, വേർബ്. മൂന്നാമത്തത് ഹർഫാണ്, പാർട്ടിക്കിൾ. ഓക്കെ.
അപ്പം ഈ 3 ഗണത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു ഗണത്തിലായിരിക്കും ഏതൊരു വേർഡും അറബിക്കിൽ ഉണ്ടാവും എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഇസ്മിന്റെ ഉദാഹരണം നമുക്കറിയാം. ഇതൊന്നും എന്താണെന്ന് 10th നമുക്ക് പഠിക്കുക, അല്ലെ 9th ക്ലിയർ ചെയ്ത് പോയതാണ്, അല്ലെങ്കിൽ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചു പോയ സംഗതിയാണ്. അപ്പം ഇതെന്താണ് എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും നമുക്ക് എക്സാം ചോദിക്കില്ല. അൻവാഉൽ കലിമാത്ത് ഒന്നും ചോദ്യം വരുന്നില്ല. എന്നാൽ ജസ്റ്റ് നമ്മളൊന്ന് അറിഞ്ഞിരിക്കാന്ന് മാത്രം. ഫസ്റ്റ് വൺ ഇസ്മാണ്. ഇസ്മ പറഞ്ഞാൽ നെയിം ഓഫ് എ പേഴ്സൺ, നെയിം ഓഫ് എൻ ഒബ്ജക്ട്, നെയിം ഓഫ് എ പ്ലേസ്, അങ്ങനെ ഏതൊന്നിന്റെയും പ്ലേസ് ആണ്, അല്ലെങ്കിൽ ഏതൊന്നിന്റെയും പേരാണ് ശരിക്കും ഇസ്മ എന്ന് അർത്ഥമാക്കുന്നത്. അതില് നൗൺ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നോർമൽ ഇംഗ്ലീഷിലേക്ക് ഉള്ളതുപോലെ മലയാളത്തിലേക്കുള്ളതുപോലെ നാമം നൗൺ എന്നൊക്കെയാണ്. അപ്പൊ നെയിം ഓഫ് പ്ലേസ് ഉദാഹരണം മുഹമ്മദ്, അല്ലെങ്കിൽ എന്താണ് മദീന, അല്ലെങ്കിൽ ഖലം എന്നൊക്കെ പറയുന്ന പോലെ നെയിം ഓഫ് എ പ്ലേസ്, അല്ലെങ്കിൽ നെയിം ഓഫ് എ പേഴ്സൺ, അല്ലെങ്കിൽ നെയിം ഓഫ് എൻ ഒബ്ജക്ട്, ഇതൊക്കെയാണ് ശരിക്കും ആക്ച്വലി ഇസ്മ എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ പഠിച്ചാൽ ഉള്ള ബേസിക് സംഗതികൾ ക്ലിയർ ആയാൽ മാത്രമേ നമുക്ക് അഡ്വാൻസ് ആയ പല കാര്യങ്ങളും ക്ലിയർ ആക്കാൻ പറ്റൂ എന്നുള്ളത് ഒന്ന് ഓടിച്ചു പോകാന്ന് മാത്രം കേട്ടോ. ഓക്കെ, അപ്പൊ ഇതിന്റെ കൂടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വേറെ സംഗതി, പലപ്പോഴും പല കുട്ടികളും പേപ്പർ വാല്യുവേഷൻ സമയത്തൊക്കെ പലരിലും കാണുന്ന ഒരു മിസ്റ്റേക്ക് ആണ്. ഒരു പക്ഷെ നമ്മളൊക്കെ ഒരു നൗൺ എഴുതുമ്പോൾ അൽ വലതുൻ എന്നൊക്കെ ചിലപ്പോൾ എഴുതി കാണാറുണ്ട്. അപ്പൊ ഈ ഒരു സംഗതി, ഈ ഒരു യൂസേജ് ആക്ച്വലി മിസ്റ്റേക്ക് ആണ്. ശരിക്കും ഒരു നൗൺ എന്ന് പറയുമ്പോൾ രണ്ട് സിംബൽസിൽ ഏതെങ്കിലും ഒരു സിംബൽസ് അവിടെ കാണാവുന്നതാണ്. ഒന്നുകിൽ അത് അല്ലായിരിക്കണം സ്റ്റാർട്ടിങ്ങിൽ, ഉദാഹരണത്തിന് അൽ വലതു എന്നൊക്കെ പറയുന്നത് പോലെ. ഓക്കെ, ഒന്നുകിൽ അല്ല് വെച്ചിട്ടായിരിക്കണം ഒരു നൗണിൽ ഉണ്ടാവേണ്ടത്. രണ്ടാമത്തെ മെത്തേഡ് എന്നുള്ളത് അതിൽ തൻവീൻ കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, തൻവീൻ ചേർത്തിട്ട് പറയുക എന്നുള്ളതാണ്. ഉദാഹരണത്തിന് വലതുൻ എന്ന് പറയും പോലെ. ഓക്കെ, വലതുൻ എന്ന് പറയുമ്പോൾ അത് തൻവീൻ ഉണ്ട്. മറ്റൊരു രൂപം അല്ല് ചേർത്തിട്ട് അൽ വലതു എന്ന് പറയാണ്. അപ്പം ഇതല്ലാത്ത വേറെ രൂപത്തിൽ നമുക്ക് നൗൺ എഴുതുന്നത് പറ്റില്ല എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ടാണ് അൽ വലതുൻ എന്ന് പറയുമ്പോൾ അത് തെറ്റാണ്, ഇൻകറക്റ്റ് ആണ് എന്ന് പറയാൻ കാരണം. കാരണം അതില് അല്ലുണ്ട്, തൻവീനുണ്ട്, രണ്ടും ഒരുമിച്ച് വരാൻ പാടില്ല എന്നുള്ളതാണ്. അതുപോലെ രണ്ടും ഇല്ലാതെയും വരാൻ പാടില്ല. ബേസിക്കലായിട്ട് പിന്നെ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നു മാത്രം. ഓക്കെ ആണല്ലോ. അപ്പൊ ഈ ഭാഗം ക്ലിയർ ആണെന്ന് കരുതുന്നു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട ചെറിയ ഒന്ന് ഓടിച്ചു പോകാനുള്ളൂ. ഇസ്മു എന്നാ നമ്മൾ മനസ്സിലാക്കി. അതുപോലെ തന്നെ ഇനി അടുത്തത് നമുക്ക് ഫീലാണ്. ഫീൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വേർബ് ആണ്. വേർബ് പലതരത്തിലുള്ള വേർബ് ഉണ്ട്. പാസ്റ്റ് ഉണ്ട്, മാദി, മുദാരി ഉണ്ട്, പ്രസന്റ് ആൻഡ് അംബർ ഉണ്ട്, ഇങ്ങനെ പലതരത്തിലുള്ള ഫീലുകളുണ്ട്. അപ്പം ഓർഡറിന്റെ വേർബ് ഉണ്ട്, അതുപോലെ തന്നെ പാസ്റ്റിനുള്ളതുണ്ട്, പ്രസന്റിനുള്ളത്, അങ്ങനെ പലതരത്തിലുള്ള വേർബുകളുണ്ട്. അപ്പം വേർബുകളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കേണ്ടതില്ല. നമുക്ക് ആദ്യം ഉദാഹരണത്തിന് ഒന്ന് മനസ്സിലാക്കാൻ ഖതബ, അതുപോലെ തന്നെ ഫതഹ, ഇങ്ങനെയൊക്കെയുള്ള ഇതാണ് നമുക്ക് ബേസിക്കലി വേർബ് എന്ന് പറയുമ്പോൾ അതിന്റെ പാസ്റ്റ് വേർബ് ആണ് ആക്ച്വലി അറബിയിൽ. മാളിയായ ഫീലാണ് ആക്ച്വലി ബേസ് ഫോം ആയിട്ട്, ബേസ് വെർബ് ആയിട്ട് അറബിയിൽ കാണുന്നത് എന്നുള്ളതാണ്. ഇംഗ്ലീഷിലൊക്കെ അതിന്റെ പ്രസന്റ് ഫോം ആണ് ആക്ച്വലി റൂട്ട് വെർബ് ആയിട്ട്, പിന്നെ മെയിൻ വേർബ് ആയിട്ട് കാണുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ഇതിലൊക്കെ ഒന്നും കിടക്കുന്നില്ല കാര്യമായിട്ട്. ഇതെന്ന് പറഞ്ഞാൽ വേർഡ് ഓഫ് ആക്ഷൻ, ഒരു ആക്ഷന്റെ വേർഡ് ആണ് ആക്ച്വലി വേർബ് ഫീൽ എന്നുള്ളത്. ഓക്കെ, ഇനി മൂന്നാമതായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് ഹർഫാണ്. ഇതൊന്നും 10th ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതല്ല, 5 മാർക്കിന് എക്സാമിന് അപ്ലൈ ചെയ്യാൻ വരുന്നതുമല്ല. ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോകാൻ മാത്രം ബേസിക്കൽ ആയിട്ടുള്ളത്. ഹർഫ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി പ്രിപ്പോസിഷൻ എന്നൊക്കെ പലതും പറയാറുണ്ട്. പ്രിപ്പോസിഷൻ അല്ല, ആക്ച്വലി പാർട്ടിക്കിൾ എന്നാണ് പറയാ. പാർട്ടിക്കിൾ എന്നാണ് ഇതിനെ ആക്ച്വലി കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ അതില് ഹർഫ് ജറും ഇതിൽ പെടുമെന്ന് മാത്രം. പ്രിപ്പോസിഷൻ ആയുള്ള വേർഡുകൾ അതും ഇതിൽ പെടുമെന്ന് മാത്രം, അത്ര ഇതിന് കാണേണ്ടതുള്ളൂ. ഓക്കെ, അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്നത് പറഞ്ഞു എന്ന് മാത്രം. അപ്പം 3 ടൈപ്പ് ഓഫ് വേർഡ്സുകളാണ് അറബി ഉണ്ടാവുക എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് അതിന്റെ എക്സാമ്പിൾസ് ഒക്കെ പറഞ്ഞല്ലോ. ഓക്കെ, ഇനിയാണ് നമ്മുടെ 10th ക്ലാസ്സിലെ ഗ്രേഡ് 10 ഒഫീഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ മെയിൻലി ഡിസ്കസ് ചെയ്യുന്ന ഗ്രാമർ ഏരിയയിലേക്ക് നമ്മൾ കടക്കുന്നത്. അപ്പം സെന്റൻസ് ആണ്. സെന്റൻസിന്റെ 2 ടൈപ്പ് ഓഫ് സെന്റൻസ് ആണ് നമുക്ക് ഇതിൽ പറയാനുള്ളത്. ഒന്ന് അൽ ജുംലത്തുൽ ഇസ്മിയ, സെക്കൻഡ് വൺ അൽ ജുംലത്തുൽ ഫെയിലിയ. അൽ ജുംലത്തുൽ ഇസ്മിയ എന്ന് പറഞ്ഞാൽ ആക്ച്വലി നോമിനൽ സെന്റൻസ് എന്ന് പറയും. ഓക്കെ, നോമിനൽ സെന്റൻസ് ആണ്, ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയുന്നുണ്ട്. അൽ ജുംലത്തുൽ ഫെയിലിയ എന്ന് പറയുമ്പോൾ എന്താണ്,
വേർബൽ സെന്റൻസ് ആണ്. അപ്പൊ ഇതെന്താണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്ത ഭാഗങ്ങളോട് ജസ്റ്റ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാൻ ജുംലത്തുൽ ഇസ്മിയ അങ്ങനെ കാര്യമായിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ അങ്ങനെ വല്ലാതെ ഡിസ്കസ് ചെയ്ത് കണ്ടിട്ടില്ല. എന്നാൽ പോലും ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് 5 മാർക്കിന് ഇത് എങ്ങനെ നമുക്ക് ഡിവൈഡ് ചെയ്യാം, ഏതൊക്കെ രീതിയിൽ 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വന്നാൽ നമുക്കത് ഏത് രീതിയിൽ അപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ഓരോ മാർക്കുകൾ കിട്ടുക എന്നൊരു കണക്ക് ഒന്ന് മനസ്സിലാക്കി വെക്കാം. അപ്പൊ ആദ്യം അതിന്റെ 1 മാർക്ക് വരുന്നത്, ഫസ്റ്റ് മാർക്ക് വരുന്നത് ഡെഫിനിഷൻ എഴുതുമ്പോഴാണ്. ഏതൊരു ഗ്രാമർ 5 മാർക്കിന് ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ യുക്തിക്കനുസരിച്ചുള്ള രീതിയിൽ ആ ഒരു കൺസെപ്റ്റ് ഒന്നും ബൈ ഹാർട്ടിങ് സംവിധാനമേ നമ്മുടെ അറിവിൽ നിങ്ങൾ ആരും ഫോളോ ചെയ്യേണ്ടതില്ല, അണ്ടർസ്റ്റാൻഡിങ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആദ്യമായിട്ട് എന്ത് ഗ്രാമർ ചോദ്യം വന്നാലും നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അതിന്റെ ഡെഫിനിഷൻ എഴുതി പിടിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിൽ നമുക്ക് 1 മാർക്ക് കിട്ടും. സെക്കൻഡ് വൺ, ഇതിൽ നമുക്ക് ജുംലത്തുൽ ഇസ്മിയുടെ 2ാമത്തെ മാർക്ക് കിട്ടുന്നത് അതിന്റെ 2 കോമ്പണൻസ് പറയുമ്പോഴാണ്. ഏതൊക്കെയാണ് ഒരു ജുംലത്തുൽ ഇസ്മിയയിൽ ഉണ്ടാകുന്ന 2 ഘടകങ്ങൾ എന്തൊക്കെയാണ്, പാർട്സ് ഓഫ് സെന്റൻസ്, ആ സെന്റൻസിൽ ഉണ്ടാകുന്ന 2 പാർട്സുകൾ എന്തൊക്കെയാണെന്നും ആദ്യം പറയേണ്ടത്. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സാമ്പിൾ സഹിതം നെക്സ്റ്റ് പറയുന്നുണ്ട്. പിന്നെ അതിന്റെ ഒരു എക്സാമ്പിൾ പറയാം, പിന്നെ അതിന്റെ മെയിൻ കീ റോൾ. അപ്പൊ ഇതൊക്കെ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോവാണ്. ഓക്കെ, ഒരു ജസ്റ്റ് എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നു. ഓക്കെ, ഇതാണ് എ സെന്റൻസ് സ്റ്റാർട്ട് വിത്ത് എ നൗൺ. ഒരു നൗണ് കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സെന്റൻസ് ആണ് ആക്ച്വലി നോമിനൽ സെന്റൻസ് അൽ ജുംലത്തുൽ ഇസ്മിയ എന്നുള്ളത്. ഓക്കെ, അപ്പൊ അതിന്റെ കോമ്പണൻസ് ചോദിക്കുമ്പോൾ ഫസ്റ്റ് നമുക്ക് പറയാൻ പറ്റും, ഒന്ന് ഫസ്റ്റ് മുബ്തദയാണ്, സെക്കൻഡ് വൺ ഖബറാണ്. അപ്പൊ ഈ ഒരു സമയത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട സംഗതി എന്താ വെച്ചാല്, ഒരു നോർമൽ സെന്റൻസ് എഴുതുമ്പോൾ ഓൾമോസ്റ്റ് നോണ് വെച്ച് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതാണ്. അത് നമുക്ക് കറക്റ്റ് സെന്റൻസ് എന്ന ക്വസ്റ്റ്യനിൽ ആ ടൈപ്പ് ഓഫ് സെന്റൻസ് ആ ഒരു ലെവൽ ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ ഏതൊരു സെന്റൻസ് എഴുതുമ്പോഴും ഫസ്റ്റ് വേർഡിന് പറയുന്ന പേര് എന്താണ്, മുബ്തദ എന്നാണ്, മുബ്തദ എന്നാണ്. ഓക്കെ, സെക്കൻഡ് വണ്ണിന് പറയുന്ന പേര് ഖബർ എന്നാണ്. ഓക്കെ, സെന്റൻസ് എഴുതുമ്പോൾ 2 പാർട്ടാണ് ജുംലത്തുൽ ഇസ്മിക്ക് ഉണ്ടാവുക. അപ്പൊ ഒന്നാമത്തേതിന് എന്താണ്, മുബ്തദ എന്ന് പറയും. അതിന്റെ ഇംഗ്ലീഷ് വേർഡ് നമുക്ക് സബ്ജക്റ്റ് എന്ന് കൊടുക്കാം. സെക്കൻഡ് വേർഡ് അതിന് പറയുന്ന പേര് ഖബർ എന്നാണ്. അത് നമുക്ക് പ്രെഡിക്കേറ്റ് എന്നും പറയാം. അപ്പൊ ഇതിൽ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ആദ്യം ഡെഫിനിഷൻ എഴുതുന്നു. സെക്കൻഡ്, ഇതിൽ എന്തൊക്കെയാണ്, ഒരു എക്സാമ്പിൾ നമുക്ക് എഴുതി കൊടുക്കാം. സെക്കൻഡ് ഒരു എക്സാമ്പിൾ സിമ്പിൾ ആയിട്ട് എഴുതി കൊടുക്കാം. പിന്നെ ഇത് നിങ്ങൾക്ക് ഇതിന് മാർക്ക് ചെയ്യാം, ഇതെന്താണ് സംഗതി, ഇതെന്താണ് സംഗതി എന്നുള്ള ഒരു മാർക്കിംഗ് കൊടുക്കാം. ഇതിന്റെ സബ്ജക്റ്റ് ആണെന്ന് പറയും, ഇതിന് പ്രെഡിക്കേറ്റ് എന്ന് പറയും. ഓക്കെ, പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്താ വെച്ചാൽ, നമ്മൾ ഇത് ചെയ്യുമ്പോൾ മുബ്തദ വേർഡിൽ എപ്പോഴും അല്ല് കൊടുത്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക. അല്ല് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക. ഒരാളുടെ പേരല്ല എങ്കിൽ ഒരു സാധാരണ നോണൊക്കെ എഴുതുമ്പോൾ എപ്പോഴും അല്ല് മുബ്തദയിൽ ഉണ്ടാവണം എന്നുള്ളതാണ്. മിക്ക കുട്ടികൾ അത് എഴുതുന്ന സമയത്ത് അതില്ലാതെ കാണാറുണ്ട്. അപ്പൊ അല്ല് വെച്ചിട്ട് മുബ്തദ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഇതിൽ ശ്രദ്ധിക്കേണ്ടത്, ഈ കോമൺ റൂളിൽ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാല്, ഇതിലെ മുബ്തദയ്ക്കും ഹർക്കത്ത് അവസാനം ലമ്മ് വരണം, ഖബറിനും അവസാനം ലമ്മ് വരണം എന്നുള്ളതാണ്. റഫ് എന്ന് പറയും അല്ലെ, റഫ് എന്നാണ് നിങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ടത്. അപ്പം റഫ് കൊടുക്കുക എന്ന് പറയും. റഫ് എന്ന് പറഞ്ഞാൽ ലമ്മ് എന്നാണ് പറയാം. ലമ്മാണ് അതിന്റെ സിമ്പൽ. ഓക്കെ, അൽ ബൈത്തു ജമീലൻ. അപ്പൊ ഇതിന് ഒരുപാട് അഡ്വാൻസ് ആയിട്ടുള്ള ഒരുപാട് ഏരിയാസുകൾ ഉണ്ട്. അതൊന്നും നിങ്ങൾക്ക് കടക്കേണ്ടതില്ല. നിങ്ങൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഡിസ്കസ് ചെയ്താൽ മതി. ആദ്യം ഡെഫിനിഷൻ കൊടുക്കുന്നു, ഒരു എക്സാമ്പിൾ കൊടുക്കുന്നു, ഇതെന്താണെന്ന് പറയുന്നു. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് പിന്നെ അതിന്റെ എന്താണ് കീ റൂൾ ആണ് പറയേണ്ടത്. കീ റൂൾ എന്ന് പറഞ്ഞാല് മുബ്തദ ആൻഡ് ഖബർ ആർ ബോത്ത് നോമിനേറ്റീവ്. ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. രണ്ടും നോമിനേറ്റീവ് ആയിട്ട് വേണമെന്നുള്ള ഒരു ബേസിക് റൂളാണ് ഈ മുബ്തദ ഖബറിന്റെ സമയത്ത് വേണ്ടത്. ഈ ഒരു സംഗതികൾ അപ്ലൈ ചെയ്ത് കഴിയലോടുകൂടെ നിങ്ങൾക്ക് എന്ത് കിട്ടും, ഇതിന്റെ 5 മാർക്കിന്റെ സംഗതികൾ കിട്ടും എന്നുള്ളതാണ്. ശരിക്കും നമുക്ക് ഒന്നാമത്തെ പാഠത്തില് അൽ ജുംലത്തുൽ ഫീലിയാണ് വരുന്നത്, അൽ ജുംലത്തുൽ ഇസ്മി അല്ല. അപ്പൊ അങ്ങനെ ജുംലത്തുൽ ഇസ്മി അങ്ങനെ വല്ലാതെ ചോദിച്ച് കണ്ടിട്ടില്ല. എന്നാൽ പോലും ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എഴുതേണ്ട രീതി എങ്ങനെയാണ്, ഫസ്റ്റ് ഡെഫിനിഷൻ എഴുതുക, സെക്കൻഡ് പറയുന്നത് അതിന്റെ എന്താണ് കോമ്പണൻസ് എന്തൊക്കെയാണ്, മുബ്തദ ഖബർ എന്ന് പറയുന്നത് എഴുതുക. പിന്നെ പറയേണ്ടത്, ഇതൊക്കെ ഒരു എക്സാമ്പിൾ വെച്ച് കൊടുക്കുന്നത് ഏറ്റവും ബെസ്റ്റ് ആണ്. ആ എക്സാമ്പിൾ എഴുതിയിട്ട് മാർക്ക് ചെയ്തിട്ട് ഇത് മുബ്തദ, ഇത് ഖബർ എന്ന് പറയാം. ശേഷം നിങ്ങൾ അതിന്റെ കൊടുക്കേണ്ടത്
കീ റൂൾ ആണ്. ഇതൊക്കെ ഒരു സബ് പോയിന്റ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആണ്. ഡെഫിനിഷൻ ഡാഷ് കോമ്പണൻസ് അല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആണ്. പേപ്പർ വാലുവേറ്റ് ചെയ്യുന്ന ആളുകൾ കാണുന്ന സമയത്ത് ഈ കുട്ടി നന്നായി പഠിച്ചിട്ടുണ്ട്, ഓക്കെ ആണ്, വെൽ സെറ്റിൽഡ് ആണ് എന്നൊക്കെ ഈ വിഷയത്തിൽ ഓക്കെ ആണെന്നൊക്കെ അവർക്ക് തോന്നുകയും ഒരു പ്ലസ് കാണുകയും മാർക്ക് ഇടാനൊക്കെ അവർക്കൊരു ഇൻട്രസ്റ്റ് കിട്ടുകയും ചെയ്യും. അപ്പൊ ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇതിനെ ചെയ്തു പോയാൽ മതി. ഓക്കെ, കുറച്ച് എക്സാമ്പിൾസ് ആണ്. അൽ മുഅല്ലിമു നശീത്തുൻ, എല്ലാത്തിലും അല്ല് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അൽ വെച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അൽ മുഅല്ലിമു നശീത്തുൻ, എല്ലാത്തിലും റഫ് ഉണ്ട്. അൽ ബൈത്തു കബീറുൻ, അത്വാലിബു മുജ്തഹിദുൻ. ഇതൊക്കെ മൂന്നും മെയിൽ ആയിട്ടുള്ള വേർഡ് ആണ്. ഫസ്റ്റ് മുബ്തദ ഉള്ളത്. മുബ്തദ മെയിൽ ആണെങ്കിൽ ഖബറും മെയിൽ ആവണം എന്നുള്ളതാണ്. ഇനി താഴെയുള്ള 3 സെന്റൻസ് നോക്കിയേ. അൽ മദ്റസത്തു ജമീലത്തുൻ, അത്വബീബത്തു കാതിബത്തുൻ, അൽ മുഅല്ലിമത്തു ഖാരിയത്തുൻ. ഇതിലൊക്കെ മുബ്തദ ആയിട്ടുള്ള വേർഡ് ഫീമെയിൽ വേർഡ്സുകളാണ്. ഫീമെയിൽ വേർഡ്സ് ആണെങ്കിൽ ഇഫ് മുബ്തദ ഈസ് ഫീമെയിൽ വേർഡ്, ഖബർ എന്താവണം, ഫെമിനിൻ വേർഡ് ആവണം എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ടാണ് എന്താക്കിയുള്ളത്, ഇതൊക്കെ ഇവിടെ ഖബറിലൊക്കെ താ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാന്ന് മാത്രം. അപ്പൊ ഇനി നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിലുള്ള അപ്പൊ ഈ ഭാഗത്ത് നിന്ന് വരാവുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമുക്ക് ഇനി ജസ്റ്റ് ഡിസ്കസ് ചെയ്യേണ്ടത്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് സ്യൂട്ടബിൾ വേർഡ്. ഇതൊക്കെ പ്രീവിയസ് ഇയറിലൊക്കെ വന്ന് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എന്താണ് സെന്റൻസ്, നോമിനൽ സെന്റൻസ് ചോദ്യം വരാറില്ല, പക്ഷെ അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നമുക്ക് വരാറുണ്ട്. അപ്പൊ ഈ ഭാഗത്ത് നിന്ന് വന്ന് കണ്ടുള്ള ക്വസ്റ്റ്യൻസ് ഇതൊക്കെയാണ്. അൽ ബൈത്തു ഡാഷ്, അൽ ബൈത്തു ഡാഷ് എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ഓപ്ഷൻസ് ഉണ്ട്. കെബീറുൻ, കെബീറൻ, കെബീരിൻ. ഇതിൽ ഏതായിരിക്കും ഓപ്ഷൻ ഒന്ന് പറയാമോ? എല്ലാവരും ഒന്ന് പറഞ്ഞാൽ ശ്രമിച്ചു നോക്കിയേ. ഇത് എന്തായിരിക്കും? അൽ ബൈത്തു ഡാഷ്, കെബീറുൻ എന്നുണ്ട്, കെബീറൻ എന്നുണ്ട്, കെബീരിൻ എന്നുണ്ട്. ഒന്ന് പറയാമോ? ഓക്കെ, യെസ്, ഓപ്ഷൻ എ ആണ്, കെബീർ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ അല്ലെ? ഓപ്ഷൻ എ കെബീർ എന്നുള്ള കറക്റ്റ് ആൻസർ. കാരണം ഖബറാണ്, ഖബറിന് അവസാനം ലമ്മ് വേണം എന്നുള്ളതുകൊണ്ടാണ് എന്താക്കിയുള്ളത്, കെബീറിന് കറക്റ്റ് ആയിട്ടുള്ളത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ അസയ്യാറത്തു എന്നുള്ളതാണ്. അസയ്യാറത്തു ഡാഷ്, സരിഅത്തുൻ, കെബീറുൻ, സരിഉൻ. 3 ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ ഏതായിരിക്കും കറക്റ്റ് ആയിട്ടുള്ള എന്നുള്ളതാണ്. അസയ്യാറത്ത് ഫീമെയിൽ വേർഡ് ആണ്. അപ്പൊ അതുകൊണ്ട് ഖബർ എന്താവണം, ഫീമെയിൽ വേർഡ് ആവണം എന്നുള്ളതാണ്. അപ്പൊ ഇതിൽ ഫീമെയിൽ വേർഡ് ആയിട്ടുള്ളത് സരിഅത്തുൻ എന്നുള്ളത് മാത്രമാണ്. ഓക്കെ, അപ്പൊ അതാണ് കറക്റ്റ് ആയിട്ട് വരിക എന്നുള്ളതാണ് ആൻസർ. ഓക്കെ, കുറെ ആളുകൾ കറക്ഷൻ പറയുന്നുണ്ട്. ഓക്കെ, കൺഗ്രാറ്റുലേഷൻ ടു ഓൾ. നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഈ ഭാഗത്തുനിന്ന് വരാവുന്ന ക്വസ്റ്റ്യൻസ് കേട്ടോ. പ്രീവിയസ് ഇയറിലെ ബോർഡ് എക്സാമിലേക്ക് വന്ന് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഐഡന്റിഫൈ ദി അണ്ടർലൈൻഡ് വേർഡ് എന്നുള്ളതാണ്. സെന്റൻസ് കൊടുക്കും, ആ സെന്റൻസിൽ അണ്ടർലൈൻ ചെയ്തിട്ട് ഇതെന്താണ്, ഇത് ഗ്രാമാറ്റിക്കൽ പൊസിഷൻ എന്താണ് എന്ന് പറയേണ്ടത്. അപ്പൊ ഒന്നാമത്തത് ഓപ്ഷൻസ് ഫായിൽ എന്നുണ്ട്, ഫെയിൽ എന്നുണ്ട്, മഫ്ഊൽ എന്നുണ്ട്, മുബ്തദ എന്നുണ്ട്, ഖബർ എന്നുണ്ട്. ഇങ്ങനെ 4-5 ഓപ്ഷൻസ് ഉണ്ട്. ഇങ്ങനെ 4-5 ഓപ്ഷൻസ് ഒന്നും ഉണ്ടാവില്ല, ആകെ 3 ഓപ്ഷൻസ് ഉണ്ടാവുള്ളൂ. കുറെ വാരിക്കോരി കുറെ ഓപ്ഷൻസ് ഒന്നും ഉണ്ടാവില്ല, ആകെ 3 ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പം ഞാൻ അത് വാരിക്കോരി കൊടുത്തു മാത്രം, അതൊന്നും മൈൻഡ് ചെയ്യണ്ട. ഓക്കെ, അപ്പൊ ഇതിൽ ഏതായിരിക്കും എന്താവാ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് എന്നുള്ളതാണ്. സിമ്പിൾ ആണ്, ഇപ്പം പഠിച്ചിട്ടുണ്ട്. ഇത് നോമിനൽ സെന്റൻസ് ആണ്. കാരണം ദിസ് സെന്റൻസ് സ്റ്റാർട്ടഡ് വിത്ത് എ നൗൺ, ഫസ്റ്റ് അല്ലുണ്ട്. അപ്പൊ അതുകൊണ്ട് നോമിനൽ സെന്റൻസ് ആണ്. നോമിനൽ സെന്റൻസിൽ ഫസ്റ്റ് വേർഡ് എന്താണ്? അൽ മുബ്തദ. ഓക്കെ അല്ലേ? ഓക്കെ, ക്ലിയർ. അപ്പൊ അതാണ് ഓപ്ഷൻ കറക്റ്റ് ആയിട്ട് വരിക. ഇനി അടുത്തത് വേറെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ, കറക്റ്റ് മിസ്റ്റേക്ക് ആണ്. മിസ്റ്റേക്ക് ആയ സെന്റൻസ് കൊടുത്ത് കറക്റ്റ് ചെയ്യും. അപ്പൊ നമുക്ക് 4 കൊടുത്തിട്ട് ഇനി 2 ഒക്കെ കറക്റ്റ് ചെയ്യാൻ പൊതുവെ ഉണ്ടാവാറുള്ളത്. അപ്പൊ സയ്യാറത്തു സരിയൂൻ എന്ന ഒരു സെന്റൻസ്, അതിലേതാണ്, ഇതിലെന്താണ്, എങ്ങനെയാണ് കറക്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഓക്കെ, അസയ്യാറത്തു എന്നുള്ള മുബ്തദ ഫീമെയിൽ ആണ്. അപ്പൊ അതുകൊണ്ട് ഖബർ എന്താവണം? ഫീമെയിൽ ആവണം. അസയ്യാറത്തു സരീഅത്തുൻ എന്നാവണം. അപ്പോഴാണ് അതിന്റെ ആൻസർ കറക്റ്റ് ആവും, സെന്റൻസ് കറക്റ്റ് ആവുള്ളൂ എന്ന് അർത്ഥം. ഓക്കെ, ട്രാൻസ്ലേഷൻ ആണ്. അത്വബീബു മാഹിർ എന്ന് കൊടുത്തിട്ടുണ്ട്. ദ ഡോക്ടർ ഈസ് എ എക്സ്പേർട്ട് അല്ലെ? ദ സ്കൂൾ ഈസ് ബിഗ്, അൽ മദ്റസത്തു കബീറത്തു എന്നൊക്കെ. ഇതൊക്കെ നമ്മൾ കുറെ ശീലിച്ച സിമ്പിൾ ആയിട്ടുള്ള സെന്റൻസുകളാണ്. അപ്പം ക്വസ്റ്റ്യൻസിലൊക്കെ നിങ്ങൾ ട്രാൻസ്ലേഷൻ ക്വസ്റ്റ്യൻ ഒക്കെ നോക്കുന്ന സമയത്ത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു 4-5 കൊല്ലത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നോക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ടുള്ള സെന്റൻസുകൾ ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ട് പിന്നെ ഇൻഷാ അല്ലാഹ് ഈ തവണത്തെ ക്വസ്റ്റ്യൻ പേപ്പറും വളരെ സിമ്പിൾ ആകുമെന്ന് മനസ്സിലാക്കാണ്. എന്തായാലും നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പിന്നെ അടുത്ത ഭാഗത്തിലേക്ക് എന്തായാലും പോയി നോക്കാം. അപ്പൊ നോർമൽ സെന്റൻസിന്റെ ഭാഗം നമ്മൾ ഏകദേശം ഒന്ന് കവർ ചെയ്തു. ഇനി അടുത്തതായിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ലൈവില് ചാറ്റിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചോദിക്കാവുന്ന കേട്ടോ. ഇനി നമുക്ക് അടുത്തത് അൽ ജുംലത്തുൽ ഫീലിയാണ്.
അൽ ജുംലത്തുൽ ഫിഅലിയ. ഓക്കെ, ഇതാണ് ശരിക്കും നമ്മുടെ ചാപ്റ്ററിൽ ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന ഗ്രാമർ പോർഷൻ അൽ ജുംലത്തുൽ ഫിഅലിയാണ്. അപ്പൊ ഇതിന്റെ ഓരോ മാർക്ക് ചോദിച്ചാൽ നമുക്ക് എങ്ങനെയൊക്കെയാണ് അതിന്റെ മാർക്ക് വേരിയേഷൻ പോകുന്നത് എന്നുള്ളതാണ് ഇതിൽ കാണുന്നത്. ഫസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ ഫസ്റ്റ് മാർക്ക് നിങ്ങൾക്ക് ഒരു മാർക്ക് കിട്ടുക, ഡെഫിനിഷൻ എഴുതിയാലേക്ക് നിങ്ങൾക്ക് ഒരു മാർക്ക് കിട്ടുക. പിന്നെ നിങ്ങൾക്ക് 3 മാർക്ക് കിട്ടുന്നത് അതിന്റെ കോമ്പണൻസിനെ വ്യക്തമാക്കുമ്പോഴാണ്. അതായത് ഏതൊക്കെയാണ് കോമ്പണൻസ് അടുത്ത സ്ലൈഡിലേക്ക് നമുക്ക് കാണാം. പിന്നെ ഒരു മാർക്ക് നിങ്ങൾ അതിന്റെ കീ റൂൾ എഴുതുമ്പോഴാണ്. എന്ത് ചോദിക്കുമ്പോഴും നിങ്ങൾ അതിന്റെ ഡെഫിനേഷൻ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻട്രോ നിങ്ങൾക്ക് വേണമെന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ജസ്റ്റ് അതിന്റെ ഭാഗങ്ങളിലേക്ക് പോയി നോക്കാം. ഓക്കെ, അപ്പൊ ആദ്യം നിങ്ങൾ ഡെഫിനിഷൻ എഴുതി കൊടുക്കുക. അപ്പൊ ആരൊക്കെ ചോദിക്കുന്നുണ്ട് ഡെഫിനിഷൻ അറബിയിൽ തന്നെ വേണോന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെയൊന്നുമില്ല, അറബിയിലൊന്നും ഡെഫിനിഷൻ വേണമെന്നില്ല. അറബിയിലല്ലാതെ തന്നെ ഇംഗ്ലീഷിൽ എഴുതി തന്നെ കുറെ ആളുകൾ നമ്മളെ കുട്ടികളൊക്കെ എന്താക്കിയിട്ടുണ്ട്, മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ട്. 100 മാർക്കൊക്കെ വാങ്ങാൻ പറ്റിയവരുണ്ട്. അറബി തന്നെ എഴുതി, ഇംഗ്ലീഷ് തന്നെ എഴുതിയിട്ട് പിന്നെ അതിന്റെ ഫുൾ മാർക്ക് വാങ്ങാൻ സാധ്യമായ കുട്ടികളുണ്ട്. അപ്പൊ അറബി തന്നെ ബൈഹാർട്ട് ചെയ്ത് പഠിച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇംഗ്ലീഷിൽ എഴുതി കൊടുത്താലും മതി. ഇതൊന്നും ബൈഹാർട്ട് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. ആക്ച്വലി കാര്യം മനസ്സിലാക്കുക, നിങ്ങളുടെ ഭാഷയിൽ നിങ്ങൾക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള സെന്റൻസിന്റെ സ്ട്രക്ചർ ഉപയോഗപ്പെടുത്തി ആ ഡെഫിനിഷൻ എഴുതി കൊടുക്കുക. അത്ര ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഇതിന് സബ് ഹെഡിങ്ങൾ കൊടുത്തിട്ട് ഇതിന് എഴുതാൻ ശ്രമിക്കുക. സബ് പോയിന്റ്സിൽ കൊടുക്കുക. ഇതൊരു സബ് പോയിന്റ് ആണ്. ഡെഫിനിഷൻ, കോമ്പണൻസ്, എക്സാമ്പിൾ, ജസ്റ്റ് കീ റൂൾ എന്നിട്ടൊരു നാലാമത്തെ ഒരു സബ് ഹെഡിങ് കൊടുക്കാം. സബ് ഹെഡിങ് കൊടുത്ത് അണ്ടർലൈൻ ചെയ്ത് ഓരോ ഗ്രാമറിന്റെ ക്വസ്റ്റ്യൻ വന്നാലും അതിന് നിങ്ങൾ സബ് പോയിന്റ് കൊടുത്ത് ആ സബ് പോയിന്റ് താഴെ ആയിട്ട് കാര്യങ്ങൾ എഴുതി പിടിപ്പിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പൊ ആ മെയിൻ ആയിട്ട് നിങ്ങളുടെ ആ പോയിന്റുകൾക്ക് ആയിരിക്കും കാര്യമായിട്ട് വാലേറ്റ് ചെയ്യുന്ന ആൾ നോക്കുക. ഓക്കെ, എന്തായാലും നമുക്ക് ആദ്യം ഡെഫിനിഷൻ എന്താന്ന് വെച്ചാല് എ സെന്റൻസ് ദാറ്റ് ബിഗിൻസ് വിത്ത് എ വേർബ്. ഒരു വേർബ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന സെന്റൻസ് ആണ് അല്ലെ. എപ്പോഴും നേരത്തെ നമ്മൾ പറഞ്ഞു ഇസ്മാണ്, നൗൺ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക. ഇതിലെപ്പോഴും വേർബ് ആയിരിക്കും സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടാവുക. ഫസ്റ്റ് ഒരു ഫീൽ ആയിരിക്കും ഉണ്ടാവുക. ഫീൽ വെച്ചിട്ടായിരിക്കും ഈ വെർബൽ സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പം ഫീൽ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന തരത്തിലുള്ള സെന്റൻസ് ആണ് വെർബൽ സെന്റൻസ്. നിങ്ങൾക്ക് ഈ സ്ട്രക്ചർ തന്നെ വേണമെന്നില്ല, ഏത് രീതിയിൽ നിങ്ങൾക്ക് ഈ സംഗതിയെ പിടിപ്പിക്കാം. ഓക്കെ, ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഡെഫിനിഷൻ എന്നത് ഇതന്നെ വേണമെന്നില്ല, ഇതിന്റെ കൺസെപ്റ്റ് നിങ്ങൾ അവിടെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇനി സെക്കൻഡ് അതിന്റെ കോമ്പണൻസ്. ഇവിടെ 3 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അതിന്റെ 3 മാർക്ക് മെയിൻലി അതിന്റെ എന്തൊക്കെയാണ് വേർബൽ സെന്റൻസിൽ മെയിൻലി ഉണ്ടാവേണ്ട അതിന്റെ പാർട്സുകൾ എന്തൊക്കെയാണ്. അപ്പൊ ഫസ്റ്റ് വൺ ഫീലാണ് വേർബ്, സെക്കൻഡ് ഫായിലാണ് സബ്ജക്ട്, തേർഡ് വൺ മഫ്ഊൽ ബിഹി ആണ് ഒബ്ജക്ട്. അപ്പൊ ഈ 3 രീതിയിലുള്ള അതിന്റെ പാർട്സുകൾ കൃത്യമായിട്ട് നിങ്ങൾ അവിടെ അപ്ലൈ ചെയ്യുക. അപ്പൊ ഓരോന്ന് പറയുമ്പോഴും എന്താ ചെയ്യുക, വേർബ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആക്ഷൻ ഓഫ് ദ വേർഡ്, ആക്ഷൻ വേർഡ് ആണ് അല്ലെ. അപ്പൊ ആ സെന്റൻസിൽ എന്താണ് മെയിൻ, എന്താണ് ആക്ഷൻ സൂചിപ്പിക്കുന്ന വേർഡ് ആണ് എന്ന് പറഞ്ഞിട്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാം, ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. സെക്കൻഡ് വൺ സബ്ജക്റ്റ് ആണ്, ഫായിലാണ്, അതും ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഡോർ ഓഫ് ദി ആക്ഷൻ, ആ പ്രോഗ്രാം അല്ലെങ്കിൽ ആ ആക്ഷൻ ചെയ്യുന്ന ഡോർ ആണ്, ഡോർ ഓഫ് ദി ആക്ഷൻ ആണ് ഫായിൽ എന്ന് മെൻഷൻ ചെയ്യാം. തേർഡ് വൺ മഫ്ഊൽ ബിഹി ആണ് ഒബ്ജക്റ്റ്, റിസീവർ ഓഫ് ദി ആക്ഷൻ. അപ്പൊ ആ രീതിയിൽ നിങ്ങൾ അതിനെ എന്താണ് മഫ്ഊൽ എന്നതും ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് പിന്നെ അവിടെ എഴുതി കൊടുക്കാവുന്നതാണ്. ഇതെല്ലാം കഴിഞ്ഞ് നിങ്ങൾ എന്ത് പറയുമ്പോഴും ഒരു എക്സാമ്പിൾ സഹിതം നിങ്ങൾ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആണ്. ഓക്കെ, അപ്പൊ ഞാൻ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ തന്നെ നിങ്ങൾ മാക്സിമം ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക. കതബത് ത്വാലിബു അദ്ദർസ, സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ്. ദ സ്റ്റുഡന്റ് റോഡ് ദ ചാപ്റ്റർ എന്നുള്ളതാണ്. അപ്പൊ ഇതിൽ ഏതായിരിക്കും ഫെയില് എന്ന് പറഞ്ഞേ, ഇതിൽ ഏതായിരിക്കും ഫെയില്? സ്റ്റാർട്ടിംഗ് വേർഡ് ആണ് അല്ലെ. കതബ എന്നതാണ് സ്റ്റാർട്ടിംഗ് വേർഡ് ആണ് ഫെയില്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, തൊട്ട് താഴെ ഇങ്ങനെ മാർക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇതാണ് ഫെയില്. ത്വാലിബ് എന്ന് എഴുതുന്നു, തൊട്ട് താഴെ മാർക്ക് ചെയ്തിട്ട് ഫായിൽ എന്ന് മാർക്ക് ചെയ്യാം. ദർസ് എന്ന് എഴുതിയിട്ട് തൊട്ട് താഴെ മഫ്ഊൽ എന്നൊരു മാർക്കിംഗ് കൊടുത്താൽ മതി. ഓക്കെ, ഒരു അര മാർക്ക് കൊടുത്തിട്ട് 3ഉം എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ കുട്ടി നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്, ക്ലിയർ ആണ്, തറോ ആണ് എന്നൊരു സംഗതി കിട്ടും. ഓക്കെ, അപ്പൊ ആ രീതിയിൽ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇനി ഇതിൽ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ കീ റോൾ ആണ് എക്സ്പ്ലെയിൻ. ഇനി ഇതിന്റെ ഫായിലിന്റെ അവസാനം എന്ത് വേണം, അതുപോലെ തന്നെ മഫ്ഊലിന്റെ അവസാനം എന്ത് വേണം, ഹർക്കത്ത് എന്ന കാര്യങ്ങളൊക്കെയാണ് ഇനി പറയാൻ പോണത്. അപ്പം ശ്രദ്ധിക്കേണ്ടത്, ഞാൻ ഇവിടെ സിമ്പിൾ ആയിട്ട് ഒരു എക്സാമ്പിൾ എഴുതാൻ പോവാണ്. നമ്മള് കീ റൂൾസ് എന്ന 4ാമത്തെ സബ് പോയിന്റ് ഉണ്ട്. ആ പോയിന്റ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പറയാൻ പോണത്. ഉദാഹരണത്തിന് കതബ ത്വാലിബു അദ്ദർസ അല്ലേ.
സ്റ്റുഡൻ്റ് ആയിട്ട് എന്തായിട്ടുണ്ട്, ഒരു ലെസൺ അല്ലെങ്കിൽ ചാപ്റ്റർ എഴുതിയിട്ടുണ്ട് എന്നുള്ള ഒരു സെന്റൻസ് ആണ്. അപ്പൊ അത് എഴുതുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, മാർക്ക് ചെയ്യുക. ഇതാണ് ഫീൽഡ്, ഇതെന്താണ് ഫായില്. ഇത് ഏതൊരു ഗ്രാമർ ഭാഗം എഴുതുമ്പോഴും നിങ്ങൾ അതിന് എക്സാമ്പിൾ എഴുതിയിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് ഇന്നതാണെന്ന് പരിചയപ്പെടുത്തി കൊടുക്കണമെങ്കിൽ നല്ലൊരു സംഗതിയാണ്, നല്ലൊരു പോയിന്റ് ആണ്. ഓക്കെ, അത് എന്നുള്ളത് മഫ്ഊൽ എന്നുള്ള രീതിയിലും മാർക്ക് ചെയ്യാം. ഓക്കെ, ഈ ഒരു സംഗതി നിങ്ങൾ ഏതൊരു ഗ്രാമർ എക്സ്പ്ലനേഷൻ ചോദിക്കുമ്പോഴും അപ്ലൈ ചെയ്യുക. അത് നല്ലൊരു പിന്നെ കാര്യമായിരിക്കും. മാർക്ക് വാലേറ്റ് ചെയ്യാനൊക്കെ അവർക്കും ചെയ്യുന്നവർക്കും ഒരു പ്ലസ് ആയിരിക്കും. ഇനി ഇത് കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കീ റൂൾ പറയുന്നല്ലോ. കീ റൂൾ എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ട്. കീ റൂൾ മീൻസ് ഫായിലിന്റെ അവസാനം എന്തായിരിക്കണം. അപ്പൊ കീ റൂൾ എന്നുള്ള സബ് ഹെഡിങ് കൊടുക്കുക, എന്നിട്ട് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുക. ഫായിലിന്റെ ലാസ്റ്റ് ഹർക്കത്ത് എന്തായിരിക്കണം? ലാസ്റ്റ് ഹർക്കത്ത് ഓഫ് ഫായിൽ ഷുഡ് ബി ലം അല്ലെങ്കിൽ റഫ് എന്നാണ് പറയേണ്ടത്. ഓക്കെ, ഫായിലിന്റെ റഫാണ്. ഇതൊന്നും ഇങ്ങനെ ഞാൻ എഴുതുന്ന പോലെ ഉണ്ടാക്കണ്ട, ഒപ്പിച്ചു പോകണ്ട. ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് സെന്റൻസ് ആയി കൊടുക്കുക. ഇത് റഫ് എന്ന് കൊടുക്കണം. ഓക്കെ, ഇനി മഫൂലിന്റെ എന്താക്കണം? മഫൂലിന്റെ ഞാൻ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് എഴുതുന്നില്ല, പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് സെന്റൻസ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. മഫൂലിന്റെ അവസാനം എന്ത് വേണം? നസ്ബ് എന്ന് കൊടുക്കുക. നസ്ബ് എന്ന് പറഞ്ഞാൽ ഫത്ഹ് അല്ലേ? അപ്പൊ ആ രീതിയിൽ അതിനെ കീ റൂൾ എന്ന സബ് ഹെഡിങ് കൊടുത്തിട്ട് അതിന്റെ ഓരോ പോയിന്റ് ഇതിന്റെയൊക്കെ അവസാനത്തെ ഹർക്കത്ത് ഇന്നതാണ് എന്ന രീതിയിൽ പ്രത്യേകിച്ച് എന്ത് ചെയ്യാം, മെൻഷൻ ചെയ്യാം. ഓക്കെ, ക്ലിയർ? ആരോ ചോദിക്കുന്നുണ്ട് ഫീൽഡിന്റെ അവസാനം എന്താ വേണ്ടത് എന്നുള്ളതാണ്. ഫീൽഡിന്റെ അവസാനം എന്താ വേണ്ടത് ആരോ ചോദിക്കുന്നുണ്ട്. ഓക്കെ, നോർമലി ഫീൽ മാദിന്റെ എക്സാമ്പിൾ നിങ്ങൾ എഴുതി കൊടുത്താൽ മതി മാക്സിമം. അപ്പൊ ഫീൽ മാദിയായിട്ട് എഴുതുമ്പോൾ നോർമലി എല്ലാത്തിന്റെ അവസാനം ഫത്ഹ ഉണ്ടാവാം. ഓക്കെ, വർബ, കതബ, ദറസ, അലിമ എന്നൊക്കെ പറയും പോലെ എന്താണ് സിമ്പിൾ ആയിട്ട് അവസാനം ഫത്ഹ ഉണ്ടാവാം. ഓക്കെ, അപ്പൊ ഞാൻ ഇതൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, അത് ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി ഇതില് വരുന്ന കോമൺ മിസ്റ്റേക്ക് ഉണ്ട്. ഉദാഹരണത്തിന് മഫ്ഊലായിട്ടുള്ള വേർഡ് എഴുതുമ്പോൾ നോക്കിക്കോ. ഇപ്പൊ ഉദാഹരണം പറയുന്നു, കതബ ത്വാലിബു. ഒന്നുകിൽ ഇങ്ങനെ എഴുതുന്നു അല്ലെ, നമ്മൾ അല്ല് വെച്ച് എഴുതുന്നു. ഞാൻ പറഞ്ഞു ഒന്നുകിൽ അല്ല് വെച്ച് എഴുതണം അല്ലെങ്കിൽ തൻവീൻ വെച്ച് എഴുതണം. ഓക്കെ, തൻവീൻ വെച്ച് എഴുതണം. ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു രൂപത്തിൽ ഒരു നൗൺ എഴുതാൻ പറ്റുള്ളൂ പറഞ്ഞു. തൻവീൻ ഫത്ഹ സമയത്ത് നമ്മളൊരു അല്ല് അവസാനം ചേർക്കണം എന്നുള്ളതാണ്. ഓക്കെ, അത് താओ അംസയോ അല്ലാത്ത സ്ഥലങ്ങളിൽ എല്ലാം എന്ത് ചെയ്യണം, ഒരു അലിഫ് ചേർത്ത് കൊടുക്കണം എന്നുള്ളതാണ്. ഓക്കെ, യെസ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഒന്ന് സ്പീഡപ്പ് ആക്കാന്ന് പറയുന്നുണ്ട്. ഞാൻ എന്താ സ്പീഡപ്പ് ആയി പോവാം കേട്ടോ. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ഭാഗത്ത് വരുന്നത്. അപ്പൊ ഈ ഭാഗത്ത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ഒന്ന് എന്താണ്, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഐഡന്റിഫൈ ദി ഗ്രാമർ പൊസിഷൻ എന്ന ക്വസ്റ്റ്യൻ എന്തായാലും ഇതിന് വരുമെന്നുള്ളതാണ്. ഓക്കെ, ഐഡന്റിഫൈ ദി അണ്ടർലൈൻഡ് വേർഡ്, ഐഡന്റിഫൈ ദി അണ്ടർലൈൻഡ് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഉദാഹരണത്തിന് എന്താണ്, അകല മുഹമ്മദുൻ മൗസൻ എന്നൊരു എക്സാമ്പിൾ തരുന്നു. ഇതിൽ എന്താണ് തരുന്നു, ഓപ്ഷൻസ് ഉണ്ടാവും. ഫീല്, ഫായില്, മഫൂൽ എന്ന 3 ഓപ്ഷൻസ് ഉണ്ടാവും. സിമ്പിൾ ആണ്. ഫീലിന് ശേഷം തൊട്ട് വരുന്ന സംഗതി എന്താണ്, മുഹമ്മദ് ആണ്, ഫായിലാണ് അല്ലെ. ഓക്കെ, ഇനി ഇതിന് വേറെ തരത്തിലുള്ള ക്വസ്റ്റ്യൻ വരുന്നത് എങ്ങനെ വെച്ചാല് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, അകല മുഹമ്മദൻ മൗസൻ ഇങ്ങനെ ക്വസ്റ്റ്യൻ തരുന്നു. സെന്റൻസ് ആണ്. ആ രീതിയിലെ സെന്റൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. ഇത്രയും കാര്യങ്ങളാണ് അതിലുള്ളത്. അതിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാത്ത. ഇനി അടുത്തത് ഇനി ചോദിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞ തന്നെ 5 മാർക്കിന്റെ എന്തൊക്കെയാണെന്ന് പറയാനുള്ളത്. ഒന്ന് നമുക്ക് ഡെഫിനിഷൻ വേണം. 5 മാർക്കിന്റെ കാര്യമാണ് കേട്ടോ. ഒന്ന് ഡെഫിനിഷൻ എന്താണ്, പിന്നെ അത് കഴിഞ്ഞാൽ സിമ്പിൾ എക്സാമ്പിൾ കൊടുക്കുക.
എന്താണ് കാന വെച്ചുള്ള ഒരു സിമ്പിൾ എക്സാമ്പിൾ കൊടുക്കുക. പിന്നെ പറയേണ്ടത് അതിന്റെ കോമ്പണൻസ് ആയിട്ടുള്ള വേർഡുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് അത് ജസ്റ്റ് ഒന്ന് കൊടുക്കുക. പിന്നെ നാലാമത്തെ കീവേഡ്സ് എന്താണ് ഇതിലെന്താണ് ഉൾപ്പെടുത്തുന്നത് നമുക്ക് അടുത്ത ഭാഗത്ത് പഠിക്കാം. അപ്പോൾ മെയിൻ ആയിട്ട് ഈ 5 ഭാഗങ്ങൾ നിങ്ങൾ സബ് പോയിന്റ് ആയിട്ട് വേണ്ട 5 കാര്യങ്ങൾ പറയണം കേട്ടോ. നമുക്ക് ഓടിച്ചു പോവാം. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞത് 5 മാർക്കിന്റെ രീതിയിൽ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഡെഫിനിഷൻ ആണ്. ഡെഫിനിഷൻ ആയിട്ടുള്ളത് ഞാൻ പറഞ്ഞില്ലേ, ദീസ് ആർ വേർബ്സ് ദാറ്റ് എൻ്റർ എ നോമിനൽ സെന്റൻസ് ആൻഡ് ചേഞ്ച് ദ ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചർ. അപ്പോൾ ഒരു നോമിനൽ സെന്റൻസിൽ മുമ്പിലാണ് വരിക. കാന വിൽ കം ബിഫോർ എ നോമിനൽ സെന്റൻസ്. ഒരു നോമിനൽ സെന്റൻസിന്റെ മുമ്പിൽ വരും ആൻഡ് ചേഞ്ച് ദ ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചർ. അത് വരലോടുകൂടെ നോമിനൽ സെന്റൻസ് സ്ട്രക്ചർ അങ്ങ് മാറും, അതിന്റെ പേരങ്ങോട്ട് മാറും. ഓക്കെ, എന്താണെന്ന് നോക്കാം നമുക്ക്. അപ്പോൾ ഇതൊന്ന് എന്താണ് കാന അഹ്വാത്തുഹ എന്ന് പറഞ്ഞ സംഗതി എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് എക്സാമ്പിൾ കൊടുക്കുന്നു, ഡെഫിനിഷൻ കൊടുക്കുന്നു. ശേഷം അതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് കാനൽ വലതു കാത്തിബൻ. അപ്പൊ കാനയുടെ മെയിൻ ആയിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ മീനിങ് വാസ് അല്ലെങ്കിൽ വേർ എന്ന അർത്ഥത്തിന് വരുന്നു എന്നുള്ളതാണ്. ആ ഒരു മീനിങ്ങിലാണ് കാന വരിക എന്നുള്ളതാണ്. ദ ബോയ് വാസ് എ റൈറ്റർ എന്ന അർത്ഥത്തിനാണ് ഇതിന്റെ മീനിങ് വരുന്നത്. ഓക്കെ, കാനയുടെ അതേ ഒരു കുറെ സിസ്റ്റേഴ്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പം അതൊക്കെ നമുക്ക് ലാസ്റ്റ് പറയാം. ഇനി മൂന്നാമത്തെ നിങ്ങൾക്ക് മാർക്ക് വരുന്നതിന്റെ കോമ്പണൻസ് ആണ്. ഇതിന്റെ ഈ സെന്റൻസിൽ 2 മുബ്തദ ഖബറായിട്ടുള്ള സംഗതി എന്ന് പറഞ്ഞല്ലോ, അതിന് മുമ്പിലാണ് കാന വരിക എന്ന് പറഞ്ഞു. അപ്പൊ കാന വരുമ്പോൾ മുബ്തദായിട്ടുള്ള സംഗതി എന്തായി മാറും, അതിന്റെ പേരങ്ങോട്ട് മാറും. പുതിയ പേര്, പുതിയ കുപ്പായം. ഓക്കെ, അപ്പൊ കുപ്പായൊക്കെ പുതിയ സുന്ദര കുട്ടപ്പനായിട്ട് അതിന്റെ പേരൊക്കെ മാറും. ആ മുബ്തദയുടെ പേര് എന്തായി മാറും, ഇസ്മു കാന എന്നായി മാറും. ഒരു സാധനം കൂടെ എക്സ്ട്രാ വന്നു. ഓക്കെ, ഖബർ എന്ന് പറയുന്ന സംഗതിയോ, ഖബർ മാറിയിട്ട് അതിന്റെ പേരൊക്കെ മാറിയിട്ട് ഖബറു കാന എന്നായി മാറും. രണ്ടാണ് പുതിയ പേരൊക്കെ സ്വീകരിക്കും. അപ്പൊ ഈ ഒരു മാറ്റങ്ങൾ വരുന്നുണ്ട് കോമ്പണൻസ് ആയിട്ടുള്ള സാധനത്തിന്. ഇനി കീ റൂൾസ് എന്താണെന്നാണ്. കീ റൂൾസ് ശരിക്കും ഇങ്ങനെ ഉദാഹരണം, ഇപ്പൊ നേരത്തെ ഈ ഉദാഹരണം അൽ വലതു കാത്തിബുൻ എന്നാണ് ഉണ്ടായിരുന്നത് അല്ലേ. പക്ഷെ കാന വന്നപ്പം ചേഞ്ചായി, ആളെ കുപ്പായൊക്കെ മാറി, പേരൊക്കെ മാറി. അതോടൊപ്പം തന്നെ അതിന്റെ ലാസ്റ്റ് ഹർക്കത്തും മാറാണ്. അപ്പൊ നമ്മൾ എഴുതേണ്ടത് ഇസ്മു കാന. ഇസ്മു കാന ഇറ്റ്സ് ലാസ്റ്റ് ഹർക്കത്ത് വിൽ ബി എന്താണ്, റഫ് എന്ന് കൊടുക്കുക. ഓക്കെ, റിമൈൻസ് നോമിനേറ്റീവ് എന്ന കേസാണ് കൊടുക്കുക. ഖബർ ഖാനയുടെ എന്തായി മാറും, ഖബർ ഖാൻ ആക്ച്വലി നേരത്തെ റഫ് ആയിരുന്നു, ഖബർ ആയ സമയത്ത് റഫ് ആയിരുന്നു. ഇപ്പൊ എന്തായി മാറിയിട്ടുണ്ട്, അത് മൻസൂബിലേക്ക്, നെസ്ബിലേക്ക്, അതോ ഫത്തഹിലേക്ക് ചേഞ്ച് ആയിട്ടുണ്ട്. ഇതാണ് ഈ നിങ്ങൾ കീ റൂൾസ് എന്ന് പറയുന്ന ഭാഗത്ത് എഴുതി കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ 4 മാർക്കിൻ്റെ ആയിട്ടുണ്ട്. ഇനി 5ാമത്തെ മാർക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ കാനയുടെ കുറേ ചങ്ങാഴ്ചകളുണ്ട്, കുറേ സഹോദരിമാരുണ്ട്, താത്തമാരും പിന്നെ അനിത്യമാരൊക്കെ ഉണ്ട്. അപ്പൊ അവരെ പേര് ജസ്റ്റ് ഒന്ന് എഴുതി കൊടുക്കുക, പരിചയപ്പെടുത്തി കൊടുക്കുക. ഇതൊക്കെയാണ് ഇതിന്റെ ആളുകൾ എന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക. അതിൽ അസ്ബഹ ഉണ്ട്, ദ്വല്ല ഉണ്ട്, അംസ ഉണ്ട്, സ്വാറ ഉണ്ട്, ലൈസ ഉണ്ട്. അങ്ങനെ കുറച്ച് കൂട്ടുകാരികളൊക്കെ ഉണ്ട്. ആ കൂട്ടുകാരികളെ പേരൊക്കെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക. ക്ലിയർ? അപ്പൊ ഈ രീതിയിൽ നിങ്ങൾ ഇതിനെ കാന അഖ്വാത്തിന്റെ ക്വസ്റ്റ്യൻസ് ഒന്ന് അപ്ലൈ ചെയ്യുക. ഓക്കെ, റെഡി. ഇനി നമുക്ക് അതിൽ നിന്ന് വരാവുന്ന ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്തൊക്കെയാണ്. ഒന്ന് ഐഡന്റിഫൈ ദി അണ്ടർലൈൻഡ് ക്വസ്റ്റ്യൻ ഇതുണ്ടാവും. കാന ത്വാലിബു എന്താണ് നായിമൻ. ഒരു എക്സാമ്പിൾ, അതിൽ നായിമൻ എന്നുള്ളത് എന്താണ്, ഖബറു കാന അല്ലെ, ആ രീതിയിൽ. പിന്നെ മിസ്റ്റേക്ക് ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും, കാന ത്വാലിബ ജാലിസുൻ, മിസ്റ്റേക്ക് ആയി കൊടുത്തിട്ടുണ്ടാവും. തിരിച്ചു മറിച്ച് ഹർക്കത്തൊക്കെ ലാസ്റ്റ് ഹർക്കത്തൊക്കെ മിസ്റ്റേക്ക് ആയി കൊടുത്തിട്ടുണ്ടാവും. അത് ക്ലിയർ ആക്കുക. അപ്പോൾ ഈ രീതിയിലൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് പൊതുവിൽ ഉണ്ടാവുക. ഞാൻ അതൊക്കെ ലാസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചു വരാം. ഇനി അപ്പം അത് കഴിഞ്ഞാൽ ഒന്ന് സ്പീഡാക്കണം എന്ന് പറയുന്നതുകൊണ്ട് ഞാൻ എന്താക്കുക, ഒന്ന് സ്പീഡിച്ച് പോവാം കേട്ടോ. കാരണം നമുക്ക് ഒത്തിരി ഏരിയകളുണ്ട്, 10-20ഓളം ഏരിയകളുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി 4ാമത്തെ ഏരിയ എത്തിയിട്ടുള്ളൂ. നോക്കാം നമുക്ക്. അടുത്തത് ഇന്ന അഹവാത്താണ്. ഒന്ന് നിങ്ങൾക്ക് റിവൈസ് ചെയ്യാനും ഒന്ന് പഠിച്ചിട്ടുണ്ടാവും, എല്ലാം പഠിച്ചതൊക്കെ ഒന്നുകൂടെ ഒന്ന് പെട്ടെന്ന് ഓർത്തിരിക്കാനും ഒന്ന് ഓടിച്ചു പോകാനും വേണ്ടി മാത്രമാണ് ഒന്ന് ഞാൻ ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ഇന്നാഹവാത്താണ്. ഇന്നാഹവാത്ത് ചോദിക്കുമ്പോൾ നമ്മൾ ആദ്യത്തെ 5 മാർക്കിലെ സാധനം കാണണം. ഇതൊക്കെയാണ് നമുക്ക് ഇതിന്റെ സബ് ഹെഡിങ് ആയിട്ട് വരേണ്ട സംഗതികൾ. ഫസ്റ്റിൽ ഡെഫിനിഷൻ വേണം, എന്താണ് ഇന്നാഹവാത്ത് എന്ന് പരിചയപ്പെടുത്തുന്നത് വേണം. രണ്ടാമത്തേത് എക്സാമ്പിൾ കൊടുക്കുക, ഇന്ന വെച്ചുള്ള എക്സാമ്പിൾ കൊടുക്കുക. തേർഡ് വൺ ഇന്നയുടെ എന്താ ചെയ്യുക, ഒരു കോമ്പണൻസ് എന്തൊക്കെയാണ് പരിചയപ്പെടുത്തുന്നത് സബ് ഹെഡിങ് വേണം, അതിനൊരു മാർക്കാണ്. പിന്നെ 4ാമത് മാർക്ക് വരുന്നത് കീ റൂള് പരിചയപ്പെടുത്തുമ്പോഴാണ് എന്തൊക്കെയാണ് ഇതിൻ്റെ. പിന്നെ ആ ഫസ്റ്റ് ഇന്നതിന് ശേഷമുള്ള ഒരു വേർഡ് വേണ്ടോ, ആ വേർഡിന് എന്ത് ഹർക്കത്തുകൾ വേണം എന്നുള്ളത് പരിചയപ്പെടുത്തി കൊടുക്കുക. കീ റൂളിൽ മെയിനായിട്ട് പൊതുവിൽ നമ്മൾ കൊടുക്കുമ്പോഴൊക്കെ ഹർക്കത്തുകൾക്കുള്ള കാര്യങ്ങളാണ് കീ റൂളിൽ പെടുക. ഇനി ഇതേപോലെ ഇന്നും കുറേ ചങ്ങാഴ്ചകളുണ്ട്. ആ ചങ്ങാഴ്ചകളെ പേരൊക്കെ ലാസ്റ്റ് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ഇത് അവിടെ 5ാമത്തെ മാർക്ക് കിട്ടുമെന്നുള്ളതാണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഇതിലേക്ക് പോയി നോക്കാം. എന്താ ക്ലിയർ ആയിട്ട് എല്ലാം വ്യക്തമായിട്ടുണ്ട് ഇന്നഹ്വാത്ത്. അപ്പോൾ ഡെഫിനിഷനാണ് ഫസ്റ്റ് നിങ്ങൾ സബ്മിറ്റിംഗ് ആയി കൊടുക്കേണ്ടത്. ദീസ് ആർ പാർട്ടിക്കിൾസ് ദാറ്റ് എൻ്റർ എ നോമിനൽ സെന്റൻസ് ആൻഡ് അഫക്ട് ദ ഗ്രാമറ്റിക്കൽ കേസ്.
കാന പോലെ തന്നെയാണ് ഇന്നയും. എവിടെ വരിക? വേർബൽ സെന്റൻസിന്റെ മുമ്പിലോ നോർമൽ സെന്റൻസിന്റെ മുമ്പിലോ? നോമിനൽ സെന്റൻസിന്റെ മുമ്പിൽ. ജുംലത്തുൽ ഇസ്മിയുടെ മുമ്പിലാണ് ശ്രദ്ധിക്കേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞു എന്താണ്, നിങ്ങൾ ഏതൊരു എക്സാമ്പിൾ എഴുതുമ്പോഴും ഗ്രാമർ എക്സ്പ്ലനേഷൻ സമയത്ത് അതിന്റെ എക്സാമ്പിൾ എഴുതുമ്പോൾ, ഉദാഹരണത്തിന് ഇന്ന ത്വാലിബ ദാരിസുണ്ട് ഒരു എക്സാമ്പിളാണ്. എക്സാമ്പിൾ എഴുതുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ അതിന്റെ കോമൺസിന്റെ ഭാഗത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ആ എക്സാമ്പിൾ എഴുതിയിട്ട് ഇതിൽ ഏതാണ് ഇതിൽ പറയുന്ന സംഗതികൾ എഴുതിക്കും. ഇന്നയുടെ ഇത് നോർമൽ സെന്റൻസ് ആയിരുന്നു മുമ്പ്, അപ്പൊ ഇന്ന വന്നപ്പോഴേ കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്, നമ്മൾ പിന്നെ പറയാം. അപ്പൊ ഈ എക്സാമ്പിൾ എഴുതി കൊടുക്കുന്നു, എന്നിട്ട് തൊട്ട് പറയാ ഇതിന്റെ നേരത്തെ 30 ആയിരുന്ന വേർഡാണ്. ഇന്ന വന്നപ്പോൾ പുതിയ കുപ്പായൊക്കെ ഇട്ട് ആളാകെ മാറിയിട്ടുണ്ട്, പേരൊക്കെ മാറിയിട്ടുണ്ട്. ആ പേരാണ് ഇസ്മു ഇന്ന എന്നുള്ളത്. ഓക്കെ, നേരത്തെ വെറും 30 ആയിരുന്ന ആളാണ്, ഇപ്പൊ ഇന്ന വന്നപ്പോൾ ഇസ്മു ഇന്നയായി മാറി. അതുപോലെ നേരത്തെ ഖബറായിരുന്നു, ഇന്ന വന്നപ്പോൾ മൂപ്പരും പൊളിച്ചു ഫ്രഷായി പുതിയ പേരൊക്കെ മാറ്റി, അതിന്റെ പേരാണ് ഖബറു ഇന്ന എന്നുള്ളത്. ഓക്കെ, അപ്പം ഈ രീതിയിലുള്ള പേരൊക്കെ മാറുന്നു, അതിൽ വേറെയും കുറെ മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട്. ആ മാറ്റങ്ങളാണ് കീറുകളിൽ നിങ്ങൾ ഉൾപ്പെടുത്തേണ്ടത്. അപ്പം പറയുമ്പോൾ നിങ്ങൾ ഏതൊരു കോമ്പണൻസ് പരിചയപ്പെടുത്തി കൊടുക്കുമ്പോഴേക്ക് അല്ലെങ്കിൽ എക്സാമ്പിൾ പറയുമ്പോൾ ഈ ഒരു സാധനം മാർക്ക് ചെയ്തിട്ട് ഇത് ഇന്നതാണെന്നുള്ള രീതിയിൽ ഒന്ന് എക്സ്പ്ലനേഷൻ കൊടുക്കുക. ഓക്കെ, അതിനുശേഷം പിന്നെ കീറുകളാണ്. ഇസ്മു ഇന്ന, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് വേർഡാണ് ഇസ്മു ഇന്ന. അതിന്റെ ലാസ്റ്റ് ഹർക്കത്ത് എന്ത് വരണം? ഫത്ത്ഹ് ആണ് അല്ലേ? നമ്മൾ ഇനി ഫത്ത്ഹ് കസ്റ നമ്മൊന്നും പറയരുത് കേട്ടോ. ഫത്ത്ഹ് അതറിയില്ല നമുക്ക്. ഫത്ത്ഹിന് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് നസ്ബ് എന്നാണ്, ലമ്മിന് ഉപയോഗപ്പെടുത്തേണ്ടത് റഫ് എന്നാണ്, അതുപോലെ കെസറിന് ഉപയോഗപ്പെടുത്തേണ്ടത് ജറ് എന്നാണ്, ജസ്മിന് ഉപയോഗപ്പെടുത്തേണ്ടത് അത് നമുക്ക് വല്ലാണ്ടില്ല അല്ലേ? ഓക്കെ, ജസ്മിന് ഉപയോഗപ്പെടുത്തേണ്ടത് ജൂസീഫ് എന്നാണ്. ഓക്കെ, ഈ 4 പിന്നെ ടേംസുകൾ ക്ലിയർ ആയി അറിഞ്ഞിരിക്കുക. ചില ടേംസുകൾ നമ്മൾ ചിലപ്പം പഠിക്കേണ്ടതും അറിഞ്ഞിരിക്കേണ്ടതൊക്കെ ഉപയോഗപ്പെടുത്തേണ്ട ടേംസ് അത് നമ്മൾ ബൈ ഹാർട്ട് ചെയ്യേണ്ടി വരും, ക്ലിയർ ആയി അറിഞ്ഞിരിക്കേണ്ടി വരും. പക്ഷെ ഐഡിയാസുകളൊന്നും നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ബൈ ഹാർട്ട് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല, ഒക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് പോയാൽ മതി. ഓക്കെ, അപ്പം ഇനി ഇതിന്റെ ചങ്ങാഴ്ചകളെ പരിചയപ്പെടുത്തണ്ടേ? കോമൺ പാർട്ടിക്കിൾ ഇന്നയുടെ ബാക്കി കുറെ എപ്പോഴും തോള് കേട്ടെടുക്കുന്ന കുറെ ചങ്ങാഴ്ചകളുണ്ട്. അപ്പൊ ആ പേര് ജസ്റ്റ് പരിചയപ്പെടുത്തി കൊടുക്കുക. ലൈത്ത് ഉണ്ട്, അല്ല ഉണ്ട്, അന്ന ഉണ്ട്, ലാക്കിൻ ഉണ്ട്, അന്ന അല്ലെ? ഇന്ന, അന്ന, കന്ന, ലാക്കിന്ന, ലൈത്ത, അല്ല എന്നൊക്കെ പറയാം. അപ്പൊ ഈ ചങ്ങാഴ്ചകളെ പേരുകളെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക. അപ്പൊ ഇതെല്ലാം ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇത്ര സാധനം ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് 5 മാർക്കിനുള്ള സാധനങ്ങൾ അവിടെ കിട്ടിയെന്നുള്ളതാണ്. ഇതിന്റെ അഡ്വാൻസ്ഡ് ആയ ലെവലിലേക്കേ പോകേണ്ട ആവശ്യമില്ല. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ കൊടുത്തിട്ട് അതിന്റെ ഗ്രാമറിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അത് നിങ്ങൾ കറക്റ്റ് എപ്പോഴും ഇത് വന്നാൽ കൊടുക്കേണ്ട ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് ഉണ്ടാവണം. ഒരിക്കലും ആ തെറ്റുന്ന സാഹചര്യം ഉണ്ടാവരുത്. ഓക്കെ, ഹർക്കത്ത് ഇട്ട് കൊടുക്കണം, കാരണം ഹർക്കത്തൊക്കെ ഇതിൽ പരിചയപ്പെടുത്തുകയാണല്ലോ. അപ്പോൾ ലാസ്റ്റ് ഹർക്കത്തൊക്കെ നിർബന്ധമായിട്ട് ഉൾപ്പെടുത്തി കൊടുക്കുക. ഓക്കെ, ഇനി അപ്പോൾ ആ ഭാഗത്തുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഇനി എന്താണെന്നുള്ളത് ഓൾമോസ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻസ് ഇതൊക്കെയാണ്. ഐഡന്റിഫൈ ദി അണ്ടർലൈൻ ക്വസ്റ്റ്യൻ, കറക്റ്റ് മിസ്റ്റേക്ക് കറക്റ്റ് ചെയ്യുക എന്നുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. ഇതൊക്കെ പൊതുവെ എല്ലായിടത്തും വരുന്നതാണല്ലോ. ഓക്കെ, ഇനി പ്രീവിയസ്ലി വന്ന ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാം. ഇനി അടുത്തത് മർഫൂഅത്ത് ആണ്. മർഫൂഅത്ത് എന്നുള്ള നമ്മൾ എവിടേക്ക് കേട്ടില്ല അല്ലേ? ഇത് ശരിക്കും റഫ് എന്ന് വന്നതാണ്. റഫ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ലമ്മാണ്. ഓക്കെ, അപ്പൊ മർഫൂഅത്ത് ക്വസ്റ്റ്യൻ നമുക്ക് കാണാറുണ്ട്. അപ്പൊ മർഫൂഅത്ത് എന്ന് പറഞ്ഞാൽ ശരിക്കും നോമിനേറ്റീവ് കേസ് എന്നാണ് പറയാ. അപ്പൊ അതിന്റെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ 5 മാർക്കിന് നമുക്ക് എങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിൽ സാധനങ്ങൾ എന്തൊക്കെയാണ് സബ് പോയിന്റ്സ് വേണ്ടത്, സബ് ഹെഡിങ് എന്തൊക്കെ കൊടുക്കണം എന്നുള്ളതാണ്. 3 സബ് ഹെഡിങ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ 3 രീതിയിലേക്ക് നിങ്ങൾക്ക് മാർക്ക് കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ ഒന്നാമത്തെ ഡെഫിനിഷനാണ്. ഞാൻ പറഞ്ഞ ഏത് ഗ്രാമർ ക്വസ്റ്റ്യൻ വന്നാലും ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, അതിന്റെ ഡെഫിനിഷൻ ഫിറ്റായി കൊടുക്കുക. വേറെ ഒന്നും നമ്മൾ എന്താക്കണ്ട, ഫസ്റ്റ് കൊടുക്കണ്ട. ഓക്കെ, ഡെഫിനിഷൻ ചിലതിൽ ഡെഫിനിഷൻ ഉണ്ടാവില്ല, അവിടെ ഇൻട്രോഡക്ഷൻ കൊടുത്താൽ മതി. പിന്നെ ഇതിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന മെയിൻ ടൈപ്സ് ഓഫ് മർഫൂഅത്താണ്. മർഫൂഅത്ത് പിന്നെ കുറേ ടൈപ്സ് ഉണ്ട്. അപ്പോൾ ആ ടൈപ്സുകൾ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ്. അത് എങ്ങനെയാണ് കൊടുക്കേണ്ടത് ഞാൻ അടുത്ത സ്ലൈഡിൽ പറയാം. അപ്പോൾ അതൊന്ന് പരിചയപ്പെടുത്തി കൊടുത്താൽ 1 മാർക്ക് കിട്ടും. ഇനി കുറേ എണ്ണത്തിലെ ഏതെങ്കിലും നിങ്ങൾക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു 2-3 ഒക്കെ എഴുതി കൊടുത്താൽ മതി. എല്ലാം പാടെ ചെയ്യേണ്ട ആവശ്യമില്ല. അതിന് 3 മാർക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ സംഗതികളൊക്കെ എങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്യാമെന്നൊരു നല്ലൊരു മെത്തേഡാണ് അടുത്തത് കാണാൻ പോണത്. ഫസ്റ്റ് ഡെഫിനിഷൻ ആണ്. എന്താണ് മർഫൂഅത്ത്? മർഫൂഅത്ത് ആർ വേർഡ്സ് ഇൻ ദി നോമിനേറ്റീവ് കേസ്. നോമിനേറ്റീവ് കേസ് വരുന്നത് അവസാനം ലമ്മായിട്ട് വരേണ്ടത്. ഗ്രാമർ സെന്റൻസ് നമ്മൾ കുറെ പഠിച്ചിട്ടുണ്ട്. ബേസിക്കലായിട്ടുള്ള ഗ്രാമർ പൊസിഷൻ എന്നുള്ളത് ഫാഇൽ,
മഫ്ഊൽ, മജ്റൂർ, മുബ്തദ, ഖബർ, ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള 5 ബേസിക്കൽ സെന്റൻസുകൾ, ബേസിക്കൽ ഗ്രാമർ പൊസിഷൻസ് എന്നുള്ളത്. ഇനി ബാക്കിയുള്ളതൊക്കെ നമ്മൾ ഈ മുദാഫിലേഹി ഉണ്ട്, അതൊക്കെ ഒരു തൂങ്ങി നിൽക്കുന്ന സാധനങ്ങളാണ്. അതോടൊപ്പം തന്നെ എഴുത്തുണ്ട്, ഇതൊക്കെ ഒരാളെ ഒന്നൊരു പൊലിപ്പിക്കാൻ വേണ്ടി പറയുന്ന സാധനങ്ങളാണ്. അപ്പൊ അതൊക്കെ ബേസിക്കൽ സംഗതികളൊന്നല്ല. എന്നാൽ പോലും നമുക്ക് നോക്കാം. അപ്പം എന്താണ് മർഫുഅത്ത് എന്ന് പറഞ്ഞാൽ? അവസാനം ലമ്മ് ഹർക്കത്ത് ഇട്ട് വരേണ്ട ഓരോ ഗ്രാമാറ്റിക്കൽ സെന്റൻസിൽ അവസാനം ലമ്മ് എവിടെയൊക്കെ വരേണ്ടതുണ്ട്, അവസാനം ലമ്മ് വരേണ്ട, അവസാനം റഫ് വരേണ്ട ഗ്രാമാറ്റിക്കൽ പൊസിഷൻസിനെയാണ് ആക്ച്വലി ആ കേസിനെയാണ് മർഫുഅത്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ യൂഷ്വലി എൻഡിങ് വിത്ത് ലമ്മ, നോർമലി അതാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ അതിനെയാണ് ആ ഒരു നോമിനേറ്റീവ് കേസാണ് അല്ലെങ്കിൽ ആ ഗ്രാമാറ്റിക്കൽ കേസാണ് ശരിക്കും മർഫുഅത്ത് എന്ന് പറയാം. അപ്പോൾ അതിൽ പെടുന്ന ഏതിനൊക്കെയാണ് അവസാനം ലമ്മ് വരുന്ന ഗ്രാമാറ്റിക്കൽ പൊസിഷൻസ് എവിടെയൊക്കെയാണ് പരിചയപ്പെടുത്താൻ പോണത്. ഒന്ന് അതിന്റെ മെയിൻ ടൈപ്സ് ഓഫ് നോമിനേറ്റീവ് കേസ് പറയാണ്. ഒന്ന് മുബ്തദ, ഖബർ ഉണ്ട്, ഫായിൽ ഉണ്ട്, നൈബ് ഫായിൽ ഉണ്ട്, ഇസ്മുഗാൻ ഉണ്ട്, ഖബറുൻ ഉണ്ട്. ഈ ഇതൊക്കെയാണ് മെയിനായിട്ട് എന്താണത് ഇങ്ങനെ അവസാനം ലമ്മ കൊടുത്തു വരുന്ന സാധനങ്ങൾ. മുബ്തദ നമ്മൾ പഠിച്ചു, ഖബർ നമുക്കറിയാം, ഫായിൽ നമുക്കറിയാം, നൈബ് ഫായിൽ ഇല്ലല്ലോ, അത് നമുക്കറിയില്ല, ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇസ്മുഗാന നമുക്ക് അറിയാം, ഖബറിൻ്റെയും അറിയാം. ഇപ്പം മെയിൻലി ഉള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് ഡിസ്കസ് ചെയ്ത് പോയതാണ്. അപ്പം ഇനി എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ മർഫുഅത്തിൽപ്പെട്ട 1, 2, 3 നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് എക്സാമ്പിൾ വെച്ച് ഇതെന്താണെന്ന് പരിചയപ്പെടുത്തി ഒരു എക്സാമ്പിൾ വെച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഒന്നാമത് ഞാൻ പരിചയപ്പെടുന്നത് എന്താണ്, മുബ്തദയാണ്. മുബ്തദ നമുക്ക് നേരത്തെ ഒരുപാട് എക്സാമ്പിളൊക്കെ പറഞ്ഞ പോലെ സിമ്പിൾ ആയിട്ടുള്ളൊരു എക്സാമ്പിൾ കൊടുക്കുക. മുബ്തദ എന്ന് പറഞ്ഞാൽ എന്താണ്, സബ്ജക്റ്റ് ഓഫ് അല്ലെങ്കിൽ സബ്ജക്റ്റ് ഓഫ് എ നോർമൽ സെന്റൻസ്. ഒരു നോർമൽ സെന്റൻസിൽ സബ്ജക്റ്റ് ആയിട്ടുള്ള വേർഡാണ് മുബ്തദ എന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. എന്നിട്ട് ഒരു എക്സാമ്പിൾ കൊടുക്കുക. എന്ത് പറയുമ്പോഴും മീനിങ് കൊടുത്ത് പറയണം കേട്ടോ, എന്നാൽ അത് ഫിറ്റ് ആകത്തുള്ളൂ. ഇനി ശരിക്കും അടുത്ത് വേണ്ടത് ഫായിലാണ്. അതൊക്കെ പറയുമ്പോഴും ഇതാണ് മുബ്തദ പറഞ്ഞിട്ട് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. അടുത്തത് സെക്കൻഡ് ഫായിലാണ്. ഫായിൽ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുക, അത് എന്താണ് എന്നുള്ളത് ജസ്റ്റ് ഇത് പറയണം. സബ്ജക്റ്റ് ഓഫ് എ വെർബൽ സെന്റൻസ്, വെർബൽ സെന്റൻസിലെ സബ്ജക്റ്റ് ആണ് ഫായിൽ എന്ന സംഗതി ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തണം. അതിനുശേഷം ഒരു എക്സാമ്പിൾ എഴുതുന്നു, എന്നിട്ട് അതൊന്ന് മാർക്ക് ചെയ്യാം. മാർക്ക് ചെയ്തിട്ട് മാർക്ക് ഇട്ടിട്ട് ഇതാണ് ഫായിൽ എന്ന സംഗതി കൊടുക്കുക. ഓക്കെ, അപ്പോൾ അത്രയും സാധനം ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് എന്താവും, അതിൻ്റെ മാർക്ക് നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളതാണ്. ഇനി ഇതിൽ ചെയ്യേണ്ട വല്ലാതെ ചർച്ച വരാത്ത എന്നാൽ ഗ്രാമാറ്റിക്കലി എക്സ്പ്ലനേഷനും ഇല്ല, പക്ഷെ മുൻ ക്വസ്റ്റ്യൻ പേപ്പറുകളിലൊക്കെ 1 മാർക്കിന് വന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ട്. ആ സംഗതിയാണ് നായിബ് ഫായിൽ എന്നുള്ളത്. ഓക്കെ, നായിബ് ഫായിൽ എന്ന സാധനം ഉണ്ട്. നായിബ് ഫായിൽ എന്ന് പറഞ്ഞാൽ എന്താന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. അതൊരു 5 മാർക്കിനായിട്ട് ഗ്രാമാറ്റിക്കൽ ക്വസ്റ്റ്യൻ ഒന്നും ഇല്ല എങ്കിൽ പോലും ഇപ്പോൾ അതിന്റെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് മുൻ വർഷങ്ങൾ വന്നിട്ടുള്ളതാണ്. എന്താണ്, ഒരു സിമ്പിൾ എക്സാമ്പിൾ കേട്ടോ. കുരി അൽ കിതാബു എന്നുള്ളതാണ്. കുരി അൽ കിതാബു എന്നൊരു സെന്റൻസ് ആണ്. ഓക്കെ, ഇതിലിതാ ഇങ്ങനെ ഒരു സാധനം ഉണ്ട്. അവസാനം കുരി അൽ കിതാബു എന്ന രീതിയിൽ ഫായിലൊന്നും കൊടുത്തിട്ടില്ല. ഇതിൽ ആരാണ് ചെയ്യുന്നത്, ഡുവറൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ തരത്തിലൊക്കെ ഒരു സെന്റൻസ് വരും. ശരിക്കും ഇത് നമ്മൾ ഇംഗ്ലീഷിലൊക്കെ ഒരു ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ് എന്നൊക്കെ പറയാറുണ്ടല്ലോ. അപ്പോൾ ആ പാസീവ് വോയിസ് ലെവലിലുള്ള ഒരു ടൈപ്പ് ഓഫ് സെന്റൻസ് ആണ് ഈ നായിബ് ഫായിലായിട്ട് വരുന്ന സെന്റൻസിനൊക്കെ മീനിങ് ഉണ്ടാവുക. അപ്പോൾ ഈ സെന്റൻസിന്റെ പ്രത്യേകത, ഇതിൽ ആരാണ് ചെയ്തത്, ഡുവർ ആയിട്ടുള്ള ആള് ആരാണ്, ഫായിൽ ആയിട്ടുള്ള ആരാന്ന് പറയില്ല. ഉദാഹരണത്തിന് ആക്ച്വലി ഇത് ഇങ്ങനെയാണ് ഉണ്ടായിരുന്നത്, ദ ബുക്ക് വാസ് റെഡ് എന്നർത്ഥം, ബുക്ക് വായിക്കപ്പെട്ടു എന്നർത്ഥം. ആരാണ് വായിച്ചതെന്ന് പറയില്ല. അപ്പം ഇതിന് ചെയ്യേണ്ടത് ആദ്യം മജ്ഹൂലായിട്ടുള്ള ഫീൽ ഉണ്ടാവുമെന്നുള്ളതാണ്. ഓക്കെ, ചെയ്യപ്പെട്ടു, അടിക്കപ്പെട്ടു, കഴിക്കപ്പെട്ടു എന്നൊക്കെ പറയില്ലേ, എന്ന മാതിരി ചെയ്യപ്പെട്ടു, ഓതപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത്. അപ്പം ആര് ഓതി എന്ന് പറയില്ല, ശേഷം എന്തിനെയാണ് ഓതിയത് എന്ന് സംഗതി പറയും. അപ്പം ഇതാണ് പിന്നെ വരുന്നത്. ഇതെങ്ങനെയാണ് വരുന്നത് ഞാൻ ഒന്ന് പറയും, ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോവാം. ഇതൊന്നും എക്സ്പ്ലനേറ്റീവ് ക്വസ്റ്റ്യൻ നിൽക്കില്ല, ഇത് എന്താണ് സംഗതി എന്ന് മാത്രം പറയാണ്. ഉദാഹരണം നോക്കിക്കോ, കറ വരുന്ന രീതി ആട്ടോ. കറ വലതുൻ, കറ വലതുൻ അൽ കിതാബ. ഇത് 5 മാർക്കിന് എക്സ്പ്ലനേറ്റീവ് ആയിട്ട് എന്താ നായിബ് ഫായിലും ചോദ്യം ഉണ്ടാവാറില്ല, പക്ഷെ വരുന്നത് രീതി ഇതാണ്. കറ വലതുൻ അൽ കിതാബ. ഇത് നമുക്കറിയാം, ഇത് ഫീലാണ്, ഇത് ഫായിലാണ്, ഇത് മഫ്ഊലാണ്. സംശയമില്ലല്ലോ, ഫായിൽ അവസാനം ലമ്മുണ്ട്, മഫ്ഊൽ അവസാനം ഫത്ഹ ഉണ്ട്, ഡൗട്ടില്ലല്ലോ, ക്ലിയർ. അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നായിബ് ഫായിൽ എന്ന് പറയുമ്പോൾ
ഇതാരാ ചെയ്തതെന്ന് പറയില്ല, ഇത് പറയില്ല, അത് പറയാതെ വരണം. ഫായിലിനെ നമുക്ക് കട്ട് ചെയ്യാം. ഫായിലിനെ കട്ട് ചെയ്തിട്ട് ആ സ്ഥാനത്തേക്ക് ആര് വരണം? മഫ്ഊൽ ആയിട്ടുള്ള വേർഡ് ഇവിടെ വരണം. അൽ കിതാബ് എന്നുള്ളതാണ്. ഫായിലിന്റെ സ്ഥാനത്തേക്ക് വരുന്നു എന്ന് മാത്രമല്ല, ഫായിലിന് എന്താ ഹർക്കത്ത് ഉണ്ടായിരുന്നത്, ആ ഹർക്കത്തും പാടെ ഇതിന് കിട്ടും. ഓക്കെ, ആ ഹർക്കത്ത് ആ ഫായിലിന്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് വരിക. നായിബ് തന്നാൽ ശരിക്കും സബ്സ്റ്റിറ്റ്യൂട്ട് നടത്താം, പകരക്കാരൻ. ഫായിൽ അങ്ങോട്ട് പോയി, ഫായിലിനെ ചവിട്ടി പുറത്താക്കി ആ സ്ഥാനത്തേക്ക് വലിഞ്ഞു കയറി വന്നാലാണ് ആര്? മഫ്ഊലായിട്ടുള്ള വേർഡ്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് വന്ന ആൾക്ക് ഇയാളുടെ എല്ലാ ഡ്രസ്സും ഒക്കെ പിന്നെ പദവികളൊക്കെ അലങ്കരിച്ച് കിട്ടണം. അതാണ് എന്ത്? നായിബ് ഫായിൽ എന്ന് പറയുന്ന ആള്. അതിനെന്ത് ലാസ്റ്റ് ഹർക്കത്ത്, ഫായിലിന്റെ അവസാന ഹർക്കത്തായ ഫായിൽ റഫ് ഇതിന് കൊടുക്കുകയും ചെയ്യും. ഇതാണ് ആക്ച്വലി നായിബ് ഫായിൽ എന്ന് പറയുന്നത്. കുരി അൽ കിതാബ് എന്ന് പറയും. ഓക്കെ, അപ്പൊ ഞാൻ ജസ്റ്റ് വേറെ ഉദാഹരണം പറയാം. എന്താണ്? അക്കല മുഹമ്മദ് 8 അല്ലേ? മുഹമ്മദ് കഴിച്ചു. എന്താണ്? അൽ മൗസ ബനാന അല്ലേ? മുഹമ്മദ് ബനാന കഴിച്ചു എന്ന് പറയുന്ന ഒരു എക്സാമ്പിളാണ്. അപ്പോൾ ഇതിൽ നമുക്ക് എങ്ങനെയാണ് ഐ ഫായിൽ നമുക്ക് ആക്കിയെടുക്കാൻ പറ്റും? ഇതിൽ എങ്ങനെയാണ് മനസ്സിലാക്കുക? ആദ്യം ഫായിലിനെ കളയുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു? ആ സ്ഥാനത്തേക്ക് ഇതിന് മഫ്ഊലായി വേർഡ് കൊണ്ടുവരും അല്ലേ? അൽ മൗ, അതിൻ്റെ ഹർക്കത്ത് കൊടുക്കുക, അൽ മൗസു എന്ന് പറയും, എന്നാക്കും. എന്നിട്ടോ വേർബായിട്ടുള്ള മാലിയായ വേർബാണെങ്കിലും ഒക്കെ ഫുഇല, ലുരിബ, കുത്തിബ, ഫുഇല എന്ന രൂപത്തിലെടുക്കുക. അപ്പോൾ കുത്തിബ, ലുരിബ, ഉക്കില എന്നൊക്കെയാണ് പറയുക. അപ്പം ഉക്കില എന്ന് പറയും. ഇതൊന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനില്ല കേട്ടോ. ജസ്റ്റ് ഇതെന്താണ്, ഒരു സെന്റൻസ് വന്നിട്ട് ഉക്കിൽ മൗസു എന്ന സെന്റൻസ് തരുന്നു, ഇത് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. അപ്പോൾ ഈ ടൈപ്പ് ഉള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ നായിബ് ഫായിലാണ് ഇതിൽ ഐഡന്റിഫൈ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ നായിബ് ഫായിൽ മനസ്സിലാക്കാൻ ഓൾമോസ്റ്റ് എല്ലാ വേർബിൻ്റെയും സ്റ്റാർട്ടിങ് ലെറ്റർ ലമ്മായിരിക്കും, നോമിനേറ്റീവ് ആയിരിക്കും. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കിയാൽ മതി ഇതാണ് നായിബ് ഫായിൽ എന്നുള്ളത്. ഓക്കെ, യെസ്. ഇനി നമുക്ക് അപ്പം മർഫൂഅത്തിൻ്റെ ഭാഗം കഴിയാണ്. ഇനി അതിന് ശേഷം നമുക്ക് ഇതേപോലെ വരുന്നൊരു സംഗതിയാണ് മർഫൂഅത്ത് എന്ന് പറഞ്ഞാൽ അവസാനം ലമ്മുള്ളതാ പറഞ്ഞ പോലെ തന്നെ അതേ രീതിയിൽ പഠിക്കേണ്ട മറ്റൊരു സംഗതിയാണ് അക്യൂസേറ്റീവ് കേസസ് എന്നുള്ളത്. ഓക്കെ, അക്യൂസേറ്റീവ് എന്ന് പറഞ്ഞാൽ ശരിക്കും മൻസൂബാത്ത് ഫത്ത് ആണ്. അപ്പോൾ നേരത്തെ കുറേ നമ്മൾ അവസാനം ലമ്മ് വരേണ്ട പറഞ്ഞു. ഇനി അടുത്തതിൽ ഡിസ്കസ് ചെയ്യുന്നത് അവസാനം ഫത്ത് വരേണ്ട ഗ്രാമാറ്റിക്കൽ പൊസിഷൻസ് ഏതൊക്കെയാണെന്ന് പരിചയപ്പെടുത്തുക. അപ്പം ഞാനിതിനെ 3 ടൈപ്പായിട്ട് സബ് പോയിന്റ്സ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ മെയിനായിട്ട് സബ് പോയിന്റ്സും നിങ്ങൾ എത്രത്തോളം ഉൾപ്പെടുത്താൻ പറ്റുമോ സബ് പോയിന്റ്സ് കൊടുക്കുക. അപ്പോൾ ഫസ്റ്റ് വൺ ഡെഫിനിഷൻ ആണ്. ഏതൊന്നിനും പറഞ്ഞാൽ ഡെഫിനിഷൻ കൊടുക്കുക. ഡെഫിനിഷൻ 1 മാർക്കാണ്. സെക്കൻഡ് വൺ ഇതിൻ്റെ മെയിൻ ടൈപ്സുകൾ ഏതൊക്കെയാണ്, ഏതൊക്കെ ടൈപ്സ് ആണ് ഇതിൽ പെടുന്നത്, ഏതിനൊക്കെയാണ് അങ്ങനെ ഈ ലാസ്റ്റ് ഫത്ത് കൊടുത്തു വരേണ്ട വേർഡുകൾ, ആ ടൈപ്സുകൾ ഏതൊക്കെയാണ് എന്ന് പരിചയപ്പെടുത്തി കൊടുക്കുന്നതാണ് സെക്കൻഡ്. തേർഡ് വൺ ആ ഒരു കുറേ അക്യൂസേറ്റീവ് കേസിൻ്റെ എക്സാമ്പിളിൽപ്പെട്ട അല്ലെങ്കിൽ ഗ്രാമാറ്റിക്കൽ കേസിൽപ്പെട്ട ഏതെങ്കിലും കുറച്ച് 3-4 നിങ്ങൾ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം വിത്ത് എക്സാമ്പിൾ. ഇതിനാണ് നിങ്ങൾക്ക് 3 മാർക്ക് കിട്ടും. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് 5 മാർക്ക് ഇതിനെ വേരിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഒന്ന് ഡെഫിനിഷനാണ് മൻസൂബാത്തിൻ്റെ. അത് ഫസ്റ്റ് കൊടുക്കുക, ഡെഫിനിഷൻ കൊടുക്കുക. അതെന്താണ്? മൻസൂബാത്ത് ആർ വേർഡ്സ് ഇൻ ദി അക്യൂസേറ്റീവ് കേസ് അല്ലേ? നെസ്ബിൻ്റെ കേസ്, ഫത്തഹ് കേസ്, ഫത്തഹിൽ വരേണ്ട അവസാനം ഫത്തഹ് വരേണ്ട സെൻറ്റൻസ് എഴുതുമ്പോൾ അവസാനം ഫത്തഹ് കൊടുക്കേണ്ട ഗ്രാമർ കേസ് ഏതൊക്കെയാണോ ആ കേസാണ് ആക്ച്വലി എന്ത് അക്യൂസേറ്റീവ് കേസ് എന്ന് കൊടുക്കുക. അതോ യൂഷ്വലി എൻഡിങ് വിത്ത് ഫത്തഹ അല്ലേ? എപ്പോഴും ഫത്തഹ് ആയിരിക്കും അതിൻ്റെ എൻഡിങ്ങിൽ ഉണ്ടാവുക എന്നുള്ള സംഗതികൾ മെൻഷൻ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു ഡെഫിനിഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇൻട്രോ ആവത്തുള്ളൂ. അത് കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത് കൊടുക്കേണ്ടത് മെയിൻ കോമ്പണൻസ് ആണ്. മെയിൻ മൻസൂബാത്ത് ഏതൊക്കെയാണ്, മെയിൻ അക്യൂസേറ്റീവ് കേസിൽ പെടുന്ന എന്തൊക്കെയാണ്, അതിൻ്റെ ടൈപ്സുകൾ ഏതൊക്കെയാണെന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക. അപ്പോൾ ഒന്ന് അൽ മഫ്ഊൽ ഉണ്ട്, മഫ്ഊൽ അവസാനം ഫത്തഹാണ്. ഹാലുണ്ട്, ഹാലും പഠിച്ചില്ല അല്ലേ? ഹാലും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാനുള്ളൂ. ഇതേപോലെ നേരത്തെ കണ്ട നായിബ് ഫായിലെ പോലെ ജസ്റ്റ് ഒരൊറ്റൊരു മാർക്കിനൊക്കെയുള്ള എക്സാമ്പിൾ, ഒരു മാർക്കിനുള്ള ക്വസ്റ്റ്യനൊക്കെ ആ ഭാഗത്ത് നിന്ന് വരാൻ ചാൻസ് ഉള്ളൂ. വന്നു ഉറപ്പൊന്നുമില്ല കേട്ടോ. ഇസ്മുന നേരത്തെ പഠിച്ചു, ഖബറുഖാന പഠിച്ചു, തമ്മീസിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് അങ്ങനെ വന്ന് കണ്ടിട്ടില്ല. ഹാലിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായാലും ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോകാം, എന്താണ് ഹാലിൻ്റെ ഒരു എക്സാമ്പിൾ എങ്ങനെ മനസ്സിലാക്കുക എന്നുള്ളത്. ഉദാഹരണത്തിന് അങ്ങനെ 3 നമുക്ക് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഒന്ന് മഫ്ഊലാണ്. മഫ്ഊൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എഴുതി കൊടുക്കുക, ഒബ്ജക്റ്റ് ഓഫ് എ വെർബൽ സെന്റൻസ് അല്ലേ? ജസ്റ്റ് ഒന്ന് എക്സാമ്പിൾ എഴുതി കൊടുക്കുക. എന്നിട്ട് എക്സാമ്പിൾ എഴുതിയിട്ട് ഇതിൽ ഏതാണ് മഫ്ഊൽ ഒന്ന് അണ്ടർലൈൻ ചെയ്യുക, അത് മാത്രം.
സെക്കൻഡ് വൺ ഹാലാണ്. ഹാൽ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയുന്നില്ലെങ്കിൽ നിർബന്ധമില്ല, ഇസ്മു ഇന്നയോ ഖബറു ഇന്നയോ ഒക്കെ ആയിട്ടുള്ള ഏതെങ്കിലും നിങ്ങൾക്ക് അറിയുന്ന, ഇസ്മു ഇന്ന ഖബറു ഖാൻ, ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് അറിയുന്ന ഒന്ന് രണ്ട് സംഗതികളൊക്കെ മൻസൂബാത്ത് വരുന്ന പൊസിഷൻസ് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക വിത്ത് എക്സാമ്പിൾ. എന്നിട്ട് എക്സാമ്പിൾ എഴുതിയിട്ട് ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. സിമ്പിൾ അല്ലേ? അപ്പം ഹാല് നിങ്ങൾക്ക് അറിയുന്നില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, വേറെയിലേക്ക് പോകാം. ജസ്റ്റ് ഒന്ന് സിമ്പിളായിട്ട് എന്താണ് ഹാല് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഹാലിൻ്റെ ക്വസ്റ്റ്യൻ 1 മാർക്കിനൊക്കെ ഉണ്ടാവുള്ളൂ, അത് നീട്ടിപ്പരുത്തി ഒരു 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിലൊന്നും ഹാല് ചോദിക്കത്തില്ല. പ്രീവിയസ് ഇയർ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് കാണാൻ പറ്റത്തില്ല ആ രീതിയിൽ. ഓക്കെ, എന്താണ് ഹാലിൻ്റെ സംഗതി എന്ന് അറിയിച്ചിരിക്കും. നമ്മുടെ ഇംഗ്ലീഷിലേക്കുള്ള ആഡ്വർബ് ഉണ്ടല്ലോ. ഉദാഹരണത്തിന് എന്താണ്, ഒരാൾ സലീം എന്ന് പറഞ്ഞ ആൾ, സലീം വളരെ ഹാപ്പി ആയിട്ട് വന്നു, ചാടിക്കളിച്ച് വന്നു, പിന്നെ എന്താണ് ഭയങ്കര സന്തോഷത്തിൽ വന്നു എന്നൊക്കെ പറഞ്ഞ ഒരാൾ, പിന്നെ ആ ഒരു ആക്ഷൻ എങ്ങനെ നടന്നു, ആഡ്വർബ് അല്ലെ ഇംഗ്ലീഷിൽ ആഡ്വർബ് എന്ന് പറയും. എങ്ങനെയാണ് ഒരു ആക്ഷൻ നടന്നത്, ആ ആക്ഷനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വേർഡാണ് ഹാൽ. ഇംഗ്ലീഷിൽ നമ്മൾ അറിയുന്ന സംഗതിയാണല്ലോ ഹാൽ എന്നുള്ളത്. ഉദാഹരണത്തിന് ജാ സലീമുൻ മാഷിയൻ, സലീം വന്നു, സലീം കെയിം. സലീം എങ്ങനെയാ വന്നേ, അവൻ്റെ വരവ് എങ്ങനെയാ, ആ വരവിനെയാണ് ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പം വന്നത് എങ്ങനെയാ, വണ്ടി കയറ്റൊന്നുമല്ല, നടന്നിട്ടാണ്. നമുക്ക് നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, അപ്പം നടന്നിട്ടാണ് വന്നത്. അപ്പം 2 കാലിലും നടന്നിട്ടാണ് വന്നത്, ചിലർ കാര്യമൊന്നുമല്ല. അപ്പം വന്ന കാര്യത്തെ നശിപ്പിക്കുന്ന സാധനമാണ് എന്ത്, ഹാൽ എന്നുള്ളത്. എന്താ എൻ്റെ ഹാൽ ചോദിക്കല്ലേ, അതന്നെ അവസ്ഥ, അതാണ് അർത്ഥം. അപ്പോൾ വന്ന അവസ്ഥ എങ്ങനെയാണ്, അപ്പോൾ അതാണ് ഇതിൽ വ്യക്തമാക്കുക. ശ്രദ്ധിക്കേണ്ടത് ഹാലിൻ്റെ അവസാനത്തിൽ എപ്പോഴും ഫത്തഹ് ഉണ്ടാവും. അപ്പോൾ ഒരു ചോദ്യം, എന്തിനാണ് അവിടെ അലിഫ് ഇട്ടിക്കണം എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞിരുന്നു, തൻവീൻ ഫത്തഹാണ് എൻഡ് ചെയ്യണമെങ്കിൽ അവിടെ ഒരു അലിഫ് വേണം. ക്ലിയർ? യെസ്. എക്സെപ്റ്റ് ത ആൻഡ് ഹംസ. ഹംസയുടെയും തായിൻ്റെയും ശേഷം അല്ല് വേണ്ടതില്ല. ക്ലിയർ? യെസ്. ഇനി ആ ഭാഗം കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് ഓടിച്ചു പോകാട്ടോ, ഒന്ന് ഓടിച്ചു പോവാണേ. ഓക്കെ, ഇനി ഇന്ന മൻസൂബാത്ത് കഴിഞ്ഞല്ലോ. മൻസൂബാത്ത് കഴിഞ്ഞാൽ നമുക്കിനി ഡിസ്കസ് ചെയ്യേണ്ട സംഗതി അതതാണ്. 2 വർഷം മുമ്പ് അതത് വല്ലാതെ കുടിക്കൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരുന്നു. അതതിൻ്റെ ബണ്ടിൽ ഓഫ് ക്വസ്റ്റ്യൻസ് വന്നിട്ട് ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ പല തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻ വന്ന് കുട്ടികളെ കുഴയ്ക്കൊരു കൊല്ലം ഉണ്ടായിരുന്നു, 2-3 കൊല്ലം മുമ്പുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ. അപ്പോൾ അതത് പിന്നെ ശരിക്കും നമ്മൾ ടെക്സ്റ്റ് ബുക്കിലൊക്കെ കുറേ കാണിക്കുന്നുണ്ട്. പക്ഷേ ഈ വർഷം നമുക്ക് CBSE പാറ്റേണിൽ 10 വരെയുള്ളത് പഠിക്കേണ്ടതുള്ളൂ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും 10 വരെയുള്ള നമ്പേഴ്സ് പറയുന്നത് പഠിച്ചോളൂ. അതിനപ്പുറത്തേക്കുള്ള ജസ്റ്റ് ഒന്ന് കുറച്ച് ബേസിക് ആയിട്ടൊന്ന് അറിഞ്ഞിരുന്നാൽ മതി. വലിയൊരു ബഹ്റാണ് അതതിൻ്റെ കാര്യം. അപ്പം നമ്പർ പരിചയപ്പെടുത്തുന്ന ആ ഒരു സമയത്ത് കുറേ പഠിക്കാണ്ട് കുട്ടികൾക്ക് ഒരു പക്ഷേ ഗ്രാമറിൽ കൺഫ്യൂഷൻ വരുന്നൊരു വലിയൊരു ഏരിയ എന്നുള്ളത് അതതിൻ്റെ നമ്പറിൻ്റെ ഭാഗമായിരിക്കും. അതുകൊണ്ട് വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പഠിക്കേണ്ട, സിമ്പിളായിട്ട് പഠിക്കുക, 5 മാർക്കിൻ്റെ രീതിയിൽ പഠിക്കുക. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോകും. അതിൻ്റെ ആദ്യത്തെ ചോദിച്ചാൽ 5 മാർക്കിൻ്റെ രീതിയിൽ നമുക്ക് എങ്ങനെയൊക്കെ മാർക്ക് കിട്ടും. ഒന്ന് എന്താണ്, ഫസ്റ്റ് ഡെഫിനേഷൻ എഴുതുക. എന്താണ് അതത് എന്ന് പറയുന്ന സാധനം പരിചയപ്പെടുത്തി കൊടുക്കണം. എന്താണ് ഈ നമ്പേഴ്സ് എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശത്തിൽ എന്താ വരുന്നതെന്നുള്ള ഒന്ന് ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. സെക്കൻഡ് വൺ, അതിൻ്റെ 2 കോമ്പണൻസ് ആണ്. അതത് എന്ന് പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ അതിൽ 2 ഘടകം വരുന്നുണ്ട്. ഇപ്പം 3 കുട്ടികൾ, 4 പശുക്കൾ, 5 പേനകൾ, അല്ലേ, 6 ഫോണുകൾ എന്നൊക്കെ പറഞ്ഞ് ആ ഒരു നമ്പർ ഒരു 2 സാധനം വരില്ലേ, കോമ്പൗണ്ട്. ആ 2ഉം ഒരു പേരുകളുണ്ട്, ടേംസുകളുണ്ട്. ജസ്റ്റ് നമുക്ക് അതൊന്ന് പരിചയപ്പെടാം. പിന്നെ അതിൽ മനസ്സിലാക്കേണ്ട റൂൾ 1, 2ൻ്റെ 1 and 2ന് സ്പെഷ്യൽ സിമ്പിൾ ബേസിക് റൂൾ ഉണ്ട്, അതൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കാം. അതിനുശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 2 മാർക്ക് വരുന്നത് 3 to 10 വരെയുള്ള റൂളാണ്. അപ്പോൾ ആ റൂള് പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ അതിൻ്റെ എക്സാമ്പിൾ വെച്ച് അതിൻ്റെ കുറച്ച് റൂൾസുകളൊക്കെ ഉണ്ട്. ആ റൂൾസൊക്കെ ഒന്ന് ക്ലിയറായി പരിചയപ്പെടുത്തിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ആ ഒരു നമ്പേഴ്സിൻ്റെ ഭാഗം ഒന്ന് ക്ലിയർ ചെയ്യാം സിമ്പിളായിട്ട്. ഓക്കെ, അപ്പോൾ അതിൽ വരുന്നത് എന്താണെന്ന് വെച്ചാൽ, എങ്ങനെയാണ് 5 മാർക്കിൻ്റെ രീതി വരുന്നത് വെച്ചാൽ, ഫസ്റ്റ് ഡെഫിനേഷൻ, അതത് ഈസ് ദ നമ്പർ ദാറ്റ് ഇൻഡിക്കേറ്റ്സ് ദ ക്വാണ്ടിറ്റി ഓഫ് എ സംതിങ്. സിമ്പിളായിട്ട്. ഓക്കെ, ഇതൊന്നും വേണമെന്നില്ല. എന്താണ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഉദ്ദേശിക്കുന്നുള്ള എന്താണ് ഒരു സംഗതിയുടെ ക്വാണ്ടിറ്റിയെ സൂചിപ്പിക്കുന്ന നമ്പേഴ്സാണ്, അല്ലേ? ആ ഒരു ടേമാണ് ശരിക്കും അതത് എന്ന് പറയുന്നത് പരിചയപ്പെടുത്തി കൊടുക്കുക. ഇനി അതത് പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ അതിൻ്റെ കോമ്പണൻസ് ഉണ്ട്, 2 കോമ്പണൻസ് ഉണ്ടാവും.
അപ്പോൾ അതിൽ ആ കോമ്പണൻസ് ആയിട്ടുള്ള ടേംസ് രണ്ടിനുള്ള ടേംസുകളുണ്ട്, ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അതത് എന്ന് പറഞ്ഞാൽ നമ്പേഴ്സാണ്, നോക്കില്ലേ, വാഹിദ്, ഇസ്നി, സലാസ, അർബ, ഹംസ്, അങ്ങനെ നമ്പേഴ്സാണ് ശരിക്കും അതത് എന്ന് പറഞ്ഞാൽ. മഅദൂദ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ എന്തിനെയാണ് കൗണ്ട് ചെയ്യണത്. ഇപ്പം 3 പശുക്കൾ എന്ന് പറയുമ്പോൾ ആ പശുക്കളാണെന്ന് കൗണ്ട് ചെയ്യണം അല്ലേ, അപ്പോൾ അതിനാണെന്ത് മഅദൂദ് എന്ന് പറയാം. പിന്നെ പറയുന്നത് എന്താണ് 10 പുലികൾ എന്ന് പറയുമ്പോൾ ആ പുലികളാണെന്ത് കൗണ്ടഡ് ഉണ്ടാവണേ. അപ്പോൾ എന്തിനാണ് കൗണ്ട് ചെയ്യണത്, ആ കൗണ്ട് ചെയ്യുന്ന സാധനത്തിന് മഅദൂദ് എന്ന് പറയും. ഓക്കെ, കിതാബ്, കലാം, സിമ്പിളായിട്ട് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ റൂൾസ് 1 ആദ്യം പരിചയപ്പെടുത്തി കൊടുക്കും. സിമ്പിളാണ്, ഏറ്റവും ബേസിക്കൽ അതതിൻ്റെ റൂള് വരുന്ന അവിടെയാണ്. അതത് മസ്റ്റ് എഗ്രി ഇൻ ജെൻഡർ വിത്ത് മഅദൂദ്. ഒന്നുമില്ല, കിതാബുൻ വാഹിദുൻ, കിതാബ് എന്ന് പറഞ്ഞാൽ മതി, ബുക്ക് എന്നുള്ളതിന്. എന്നാലും ഒരു നമ്പർ വെച്ച് പറയുമ്പോൾ കിതാബുൻ വാഹിദുൻ, 1 ബുക്ക്, കലമുൻ വാഹിദുൻ. ഓക്കെ, അങ്ങനെ ആ രീതിയിൽ എന്താക്കിയാൽ മതി, ജസ്റ്റ് സിമ്പിളായി കൊടുത്താൽ മതി. ഇനി 2 ബുക്സിനോ വരാൻ പോകുന്നുണ്ട്, ഡുവൽ ഫോം എന്ന് പറയുന്ന സാധനം വരുന്നുണ്ട്, നമുക്കത് അവിടെ ഡിസ്കസ് ചെയ്യാം. ഇനി റൂൾ നമ്പർ 2 വരുന്നത് വെച്ചാൽ 3 to 10 വരെയുള്ള റൂൾ പറഞ്ഞെടുത്താൽ മതി. ഉദാഹരണം നോക്കിയോ, ഇന്ദി സലാസത്തു അക്കലാമിൻ എന്നുള്ള ഉദാഹരണമാണ് അതിൻ്റെ. ഐ ഹാവ് 3 പെൻസ്, എനിക്ക് 3 പേനയുണ്ട്, എനിക്ക് 3 പേനകൾ ഉണ്ട് എന്നുള്ള ഉദാഹരണത്തിന് ഇങ്ങനെ എഴുതേണ്ടത്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ റൂൾസ് പറയുന്നുണ്ട്. അപ്പോൾ 3 to 10 വരെയുള്ള റൂള് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പം 3 എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, 2 രീതിയിൽ എഴുതാം അല്ലേ. സലാസു എന്നും എഴുതാം, സലാസത്തു എന്നും എഴുതാം. ഈ 2 രീതിയുണ്ട്. പക്ഷെ ഇത് എവിടെ ഉപയോഗപ്പെടുത്തണം, ഇതെവിടെ ഉപയോഗപ്പെടുത്തണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് എന്താണ്, ഈ മഅദൂദായിട്ടുള്ള വേർഡ് നോക്കാം ആദ്യം. ഇപ്പം ക്വസ്റ്റ്യനിൽ ഇപ്പം നമുക്ക് ട്രാൻസ്ലേഷൻ ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ടാവും, ഇംഗ്ലീഷ് ടു അറബി. ഈ സമയത്താണ്, ഈ ഒരു ക്വസ്റ്റ്യനിലാണ് മിക്ക കുട്ടികൾക്കും മാർക്ക് തെറ്റുന്നത്, മിസ്റ്റേക്ക് വരുന്ന ഒരു ഭാഗം അതാണ്. അപ്പോൾ ആദ്യം നിങ്ങൾക്ക് ഇപ്പം ക്വസ്റ്റ്യൻ വരുമ്പോൾ എന്താണ്, ഐ ഹാവ് പറയാണ്, ഐ ഹാവ് 6 പെൻ അല്ലേ. ഇനി 6 വേണ്ട, 3 പറഞ്ഞുകൊണ്ട് എന്താകാം, ഐ ഹാവ് 3 പെൻസ്, എനിക്ക് പെൻ വേണ്ട, ബുക്സ് ആയിക്കോട്ടെ, നമുക്ക് കുറേ വരുന്ന വേർഡാണ്. ഐ ഹാവ് 3 ബുക്സ്, എനിക്ക് 3 ബുക്സ് ഉണ്ട്. ഇത് ക്ലിയർ ആയില്ലേ, ഒന്ന് ക്ലിയർ ആയി തരാം. ഓക്കെ, ഐ ഹാവ് 3 ബുക്സ്, എക്സാമ്പിൾ ആയിരുന്നു. അപ്പോൾ ഇങ്ങനെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം ഏതാണോ മഅദൂദ് കൗണ്ടഡ് ആയിട്ടുള്ള സാധനം, നിങ്ങൾ ആദ്യം അതിനെ പിക്ക് ചെയ്യാം. അതെന്ത് ചെയ്യണം, അതിൻ്റെ റൂൾ പറയുന്നത്, ഒന്ന് അത് പ്ലൂറൽ ആയിരിക്കണം. ഓക്കെ, പ്ലൂറലായിട്ട് വരണം. സെക്കൻഡ് വൺ, അതിൻ്റെ ലാസ്റ്റ് ഹർക്കത്ത് എന്തായിരിക്കണം, കെസ്റായിരിക്കണം. സിമ്പിളി പറയാം, കെസ്ർ എന്നുള്ളത് ജെറാണെന്ന് പറയണം, ജെറിന് എഴുതേണ്ടത് കെസ്ർ കൊടുക്കണം. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ തന്നെ കൊടുക്കാം, നോക്കാം. അപ്പം ഇങ്ങനെയാണ് വരേണ്ടത്. അക്കലാം, കലമിൻ്റെ അക്കലാമല്ല, കിതാബല്ലേ, കിതാബിൻ്റെ പ്ലൂറിൽ എന്താണ്, കിതാബിൻ്റെ പ്ലൂറിൽ കുത്തുബാണ്, കുത്തുബ് എന്നുള്ളതാണ്, കുത്തുബ് എന്നുള്ളതാണ്. അപ്പം പ്ലൂറിൽ കൊടുത്തു, സെക്കൻഡ് പറഞ്ഞു, അതിൻ്റെ ലാസ്റ്റ് ഹർക്കത്ത് കെസ്ർ കൊടുക്കണം എന്നുള്ളതാണ്. കുത്തുബിൻ എന്നാക്കി അല്ലേ, ലാസ്റ്റ് ഹർക്കത്ത് കെസ്ർ ചെയ്തു. അപ്പോൾ ഈ 2 മാറ്റങ്ങൾ വരണം. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇനി ഇതിന് മുമ്പിൽ നമ്മൾ സലാസ് വരണോ സലാസ്തു വരണോ, ഇതിലേതാണ് കൊടുക്കേണ്ട എന്നുള്ളതാണ് കൺഫ്യൂഷൻ വരിക. ഇനി നമ്മൾ നോക്കുക എന്താണ്, ജെൻഡറാണ് നോക്കുക, ഓപ്പോസിറ്റ് ജെൻഡർ എന്തായിരിക്കും, ഓപ്പോസിറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ തരത്തിൽ എന്ത് ചെയ്യണം, അതിനെ മാറ്റണം. എങ്ങനെ ഓപ്പോസിറ്റ് വെച്ചാൽ, ഇത് മെയിലാണെങ്കിൽ ഇവിടെ ഫീമെയിൽ വേർഡ് വേണം, ഇത് ഫീമെയിൽ ആണെങ്കിൽ ഇവിടെ മെയിൽ ആയിട്ടുള്ള സംഗതി ഉപയോഗപ്പെടുത്തണം. ഇപ്പോൾ കുത്തുബ് എന്നുള്ളത് ശരിക്കും മെയിലായിട്ടുള്ള സാധനം അല്ലേ, കിതാബ് മെയിൽ വേർഡ് ആണല്ലോ, കിതാബ് കുത്തുബ് മെയിൽ വേർഡ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഇത് മെയിൽ വേർഡ് ആയതുകൊണ്ട് മഅദൂദ്, ഇഫ് മഅദൂദ് ഇസ് എ മെയിൽ വേർഡ് ദെൻ അതർ ഷുഡ് ബി ഫീമെയിൽ. അപ്പോൾ ഇവിടെ ഇതാണ് ഫിറ്റ് ആവുക, ഓപ്പോസിറ്റ് ജെൻഡറാണ് ഫിറ്റ് ആവുക. ഇത് മെയിലാണ്, അപ്പം ഇതാണ് ഫിറ്റ് ആവുക, സലാസത്തു. ഇനി അതോടൊപ്പം തന്നെ എന്താണ്, ഒരു ഫീമെയിൽ വേർഡ് ആയിട്ടുള്ള സാധനം കൊടുക്കുകയാണ്, മുദരിസാത്ത് കൊടുക്കുകയാണ്, 3 ടീച്ചേഴ്സ് കൊടുക്കുകയാണ്, 3 ടീച്ചേഴ്സ്. ഓക്കെ, 3 ടീച്ചേഴ്സ് എന്നുള്ള വേർഡ്. അപ്പോൾ ഇവിടെ മഅദൂദായിട്ടുള്ള വേർഡ് മുദരിസാത്തിൻ ഫീമെയിൽ ആണ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം, അതിന് ഫിറ്റ് ആയിട്ടുള്ള സാധനം സലാസുമാണ്. എന്താ കാരണം, ഇത് ഫീമെയിൽ ആയതുകൊണ്ട് ഇത് മെയിൽ ആണെന്നുള്ളതാണ് റൂൾ. അപ്പോൾ ആ റൂള് പരിഗണിച്ചിട്ട് സലാസു എന്ന് കൊടുക്കണം എന്നുള്ളതാണ്. ക്ലിയർ അല്ലേ? യെസ്. അപ്പോൾ അതാണ് അതിൻ്റെ പിന്നെ 3 to 10 വരെ പറയുമ്പോഴുള്ള അതിൻ്റെ ബേസിക് റോള്, ഇന്ദി സലാസ്തോ കലാമിൻ.
ഒരു എക്സാമ്പിൾ എഴുതുക. നിങ്ങൾ എക്സാമ്പിൾ എഴുതുമ്പോൾ ഇങ്ങനെ എഴുതി കൊടുത്തോളൂ. ഞാൻ പറഞ്ഞില്ല, കോമ്പണൻസ് ആയ സംഗതികളൊക്കെ മാർക്ക് ചെയ്യാം. ഇതിൽ ഇതാണ് അതത്, ഇതാണ് മഴതൂത് എന്ന രീതിയിൽ അതിനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അതതിനെ പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ബേസിക് ആയിട്ടുള്ള സബ് പോയിന്റ്സുകൾ, സബ് ടൈറ്റിലുകൾ. ഇത് മാർക്ക് ചെയ്തിട്ടോ, സബ് ടൈറ്റിൽ എന്തായാലും കൊടുത്ത് എഴുതുക. എന്നിട്ട് എക്സാമ്പിൾ നമ്മൾ എഴുതുമ്പോൾ മീനിങ് നിർബന്ധമായിട്ട് വേണം. പിന്നെ കോമ്പണൻസ് ഉണ്ടെങ്കിൽ കോമ്പണൻസ് നമ്മൾ മാർക്ക് ചെയ്ത് പോകുക എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അതിലുള്ളത്. ഓക്കെ, ഞാനൊരു 10 വരെ ആയിക്കഴിഞ്ഞാൽ ചെറിയൊരു ബ്രേക്ക് ഇടാം കേട്ടോ. പിന്നെ 2 സെഷൻ കൂടെ കഴിഞ്ഞാൽ, 2 ഏരിയ കൂടെ കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഫിനിഷാണ്. ഒന്ന് ഓടിച്ചു പോകാൻ മാത്രമാണ് കേട്ടോ. ഓക്കെ, അൽ അത്ഫ് അടുത്ത് വരുന്നത് അൽ അത്ഫാണ്. അത്ഫ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി കൺജങ്ഷൻ എന്നർത്ഥം, കൺജങ്ഷൻസ്. ഓക്കെ, അപ്പോൾ അതിൽ വരുന്ന സബ് പോയിന്റ്സുകൾ എന്തൊക്കെയാണ് വരേണ്ടതെന്നുള്ളതാണ് പറയാൻ പോണത്. അപ്പോൾ അതിൽ വരേണ്ടത് ഒന്ന് ഡെഫിനിഷനാണ് വേണ്ടത്. ഡെഫിനിഷൻ വരണം. ഓക്കെ, എന്താ പറ്റി? ഓക്കെ, ഡെഫിനിഷൻ വരണം ഫസ്റ്റ്. സെക്കൻഡ്, എന്താണ് അതിൻ്റെ മെയിൻ കീ റൂള്? അത്ഫ് വെച്ച് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കീ റൂൾ എന്താണ്? കീ റൂൾ എന്ന് പറഞ്ഞാൽ മെയിൻലി എൻ്റെ ലാസ്റ്റ് ഹർക്കത്തൊക്കെ പരിചയപ്പെടുത്തുന്ന സംഗതിയാണ് കീ റൂളിൽ പെടുത്തേണ്ടത് കേട്ടോ. മിക്ക ഭാഗത്തും. പിന്നെ മെയിൻ കൺജങ്ഷൻസ് ആയിട്ടുള്ള കുറേ കൺജങ്ഷൻസ് ഉണ്ട്. ഇംഗ്ലീഷിൽ കുറേ കൺജങ്ഷൻസ് ഉണ്ട്. ആൻഡ് ഉണ്ട്, ബട്ട് ഉണ്ട്, അങ്ങനെ ലേറ്റർ ഉണ്ട്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് ഇംഗ്ലീഷിൽ. അതേപോലെ തന്നെ അറബിക്കുള്ള അതിൻ്റെ ടേംസുകൾ പരിചയപ്പെടുത്തുന്ന അത്ഫ്, കൺജങ്ഷൻ അത്ഫ് എന്നുള്ളത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, കുറേ ആ വേർഡ് പിന്നെ പാർട്ടിക്കിൾസ് ഉണ്ട്. ആ കൺജങ്ഷൻ പാർട്ടിക്കിൾസ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക, കുറച്ചെണ്ണം എക്സ്പ്ലെയിൻ ചെയ്യുക. അതിനായിരിക്കും നമുക്ക് 2 മാർക്ക് കിട്ടുക. അപ്പോൾ ഈ രീതിയിലാണ് എന്ത് ചെയ്യുന്നതിൻ്റെ മാർക്ക് വേരിയേഷൻ കിടക്കുന്നത്. ഒന്ന് പോയി നോക്കാം നമുക്ക്. ഫസ്റ്റ് ഡെഫിനിഷനാണ്. എന്താണ് അത്ഫ് എന്നുള്ളത്? ദ പ്രോസസ് ഓഫ് ലിങ്കിങ് വേർഡ്സ് ഓർ സെൻറ്റൻസ് യൂസിങ് കൺജങ്ഷൻസ്, അല്ലെങ്കിൽ ടു എന്താണ് വേർഡ്സ് ടു ജോയിൻ ദ ഇറ്റ് ഈസ് എ ടേം ടു ലിങ്കിങ് ഓർ ജോയിനിങ്. ഓക്കെ, കണക്റ്റിംഗ് 2 വേർഡ്സ് ഓർ എ സെൻറ്റൻസ്. ഒന്നുകിൽ 2 വേർഡ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ 2 സെൻറ്റൻസ് ആയിരിക്കും. ഉദാഹരണത്തിന് പറയാണ്, സലീമും വന്നു, അഹമ്മദും വന്നു. ഓക്കെ, ഞാൻ ചായയും കുടിച്ചു, പിന്നെ കോഫിയും കഴിച്ചു. ഓക്കെ, ഞാൻ ബിരിയാണിയും കഴിച്ചു, മന്തിയും കഴിച്ചു. അപ്പോൾ ഉദാഹരണം പറയാം, അപ്പോൾ രണ്ട് വേർഡുകൾ എന്ത് ചെയ്യാം, കണക്ട് ചെയ്യാം. 2 വേർഡുകൾ കണക്ട് ചെയ്യുന്ന സംഗതിയാണ് എന്ത് അത്ഫ് എന്നുള്ളത്. സിമ്പിൾ പറയാം, ഇറ്റ് ഈസ് എ ടേം ടു കണക്റ്റിംഗ് 2 വേർഡ്സ് ഓർ 2 സെൻറ്റൻസ്. ഉദാഹരണത്തിന് പറയാം, ഞാൻ പുസ്തകം വായിച്ചു, വീട്ടിൽ നന്നായി കിടന്നുറങ്ങുകയും ചെയ്തു. രണ്ട് സെൻസ്. ഒന്ന് എന്താണ്, വീട്ടിൽ കിടന്നുറങ്ങി അല്ലെങ്കിൽ ബിരിയാണി കഴിച്ചു. 2 വേർഡ്സ് ആയിരിക്കാം. ഇതിനെ കോമ്പൗണ്ട് ചെയ്യുന്ന, ലിങ്ക് ചെയ്യുന്ന, കണക്ട് ചെയ്യുന്ന പ്രോസസ്സിനാണ് എന്തെന്ന് പറയാം, അത്ഫ് എന്ന് പറയാം. ഡെഫിനിഷൻ സിമ്പിളി നിങ്ങളുടെ ഭാഷയിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള സ്ട്രക്ചർ ഓഫ് സെന്റൻസ് ഉപയോഗപ്പെടുത്തി നിങ്ങൾക്ക് ആ ഡെഫിനിഷൻ എഴുതാം. ബൈ ഹാർട്ടിന്റെ ആവശ്യമേ ഇല്ല ആക്ച്വലി. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പം ഇത് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യേണ്ട ആവശ്യം ഒരിക്കലുമില്ല. സിമ്പിൾ ആയിട്ടുള്ള, ഏറ്റവും സിമ്പിളസ്റ്റ് ആയിട്ടുള്ള സെന്റൻസ് യൂസേജ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഡെഫിനിഷൻ നിങ്ങൾക്ക് ഫിറ്റ് ചെയ്യാം. ആ കൺസെപ്റ്റ് ഉണ്ടാവുക എന്നുള്ളതാണ് മെയിൻ. ഓക്കെ, ഇനി സെക്കൻഡ് കീ റൂളാണ്. അവിടെയും നമുക്ക് 2 ടേംസ് ഒന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താണ്ട്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് അതിൻ്റെ ടേംസുകൾ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം. അതിൽ ഒരു ടേമാണ് നിങ്ങൾക്ക് കാര്യമായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കാണുക. 1 മാർക്കിനൊക്കെ ആ ഒരു ടൈപ്പ് ഓഫ് സെൻറ്റൻസിൻ്റെ ആ ഒരു എന്ത് ഗ്രാമാറ്റിക്കൽ പൊസിഷനാണ് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതാണ് ഞാനൊരു എക്സാമ്പിൾ എഴുതാണ്. ജാ സലീമുൻ വ മുഹമ്മദൻ. ഇതാണ് അത്ഫിൻ്റെ ഒരു എക്സാമ്പിൾ. ജാ ഫെയിലാണ്, സലീമുൻ ഫൈലാണ് അല്ലേ? അപ്പം ഇതാണ് ഒരു എക്സാമ്പിൾ കേട്ടോ. വാ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മീനിങ് ആൻഡ് എന്നുള്ളതാണ്. സലീമും മുഹമ്മദും, ചായയും കോഫിയും, മന്തിയും ബിരിയാണിയും എന്നൊക്കെ പറയില്ലേ, 2 സാധനത്തെ യോജിപ്പിക്കുക. അപ്പം ഒരു കൺജക്ഷനാണ് ആൻഡ് എന്നുള്ളത്. അപ്പോൾ ഇത് വരുമ്പം എന്താണ് അതിൻ്റെ പുതിയൊരു, നമ്മൾ കുറേ പിന്നെ ഗ്രാമാറ്റിക്കൽ കേസ് പഠിച്ചു. ഇതൊരു പുതിയ ഗ്രാമാറ്റിക്കൽ കേസാണ്. ഈ ഹർഫ് അത്ഫിൻ്റെ ശേഷമുള്ള വേർഡ്, ദ വേർഡ് ആഫ്റ്റർ ഹർഫുൽ അത്ഫ്, അതിന് പറയുന്ന പേരാണ് മഅ്തൂഫ്. ഓക്കെ, ദ വേർഡ് ആഫ്റ്റർ ഹർഫ് അത്ഫ്, അതിന് പറയുന്ന പേരാണ് മഅ്തൂഫ്. ക്ലിയർ? അപ്പോൾ ഇനി അതിൽ കീ റൂളായിട്ട് നിങ്ങൾ എന്താ എഴുതേണ്ടതെന്നുള്ളതാണ്. മഅ്തൂഫിൻ്റെ ലാസ്റ്റ് ഹർക്കത്ത്, കീ റൂൾ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഹർക്കത്ത് എന്ത് വേണം എന്നുള്ളതാണ്. ലാസ്റ്റ് ഹർക്കത്ത് എന്ത് വേണം എന്ന് വെച്ചാൽ പ്രീവിയസ് വേർഡ് ഓഫ് ദ വേർഡ് ബിഫോർ ഹർഫുൽ അത്ഫ്. അതിൻ്റെ ഹർഫിന് മുമ്പുള്ള വേർഡിൻ്റെ ലാസ്റ്റ് ഹർക്കത്ത് എന്താണോ സെയിം ഹർക്കത്ത് നേരെ പിടിച്ച് ഇവിടെ കിട്ടാൽ മതി. ഏത് മാതിരി? എഴുത്തിന് ഉപയോഗിക്കുന്ന മാതിരി.
നേരത്തിന് അങ്ങനെ ഉപയോഗിക്കാം. മുമ്പത്തെ വേണ്ട ഹർക്കത്ത് എന്താണോ സെയിം ഹർക്കത്ത് മുപ്പറും കൊടുക്കുക. ഇതേ രീതി നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. പക്ഷെ ഇവിടെ നടക്ക് ഇയാൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്ന് മാത്രം. സെറ്റ്. അപ്പൊ ഇതാണ് അറിഞ്ഞിരിക്കേണ്ടത്. ഹർഫുൽ അത്ഫ്, അതിനുശേഷം ഒരു വേർഡ് ഉണ്ടാവും. ആ വേർഡിനെ പറയുന്ന പേര് മഅ്തൂഫ്. ഈ ഒരു ടേം നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ, ഇതാണ് ഇതിൽ അറിഞ്ഞിരിക്കേണ്ടത്. ഇതേപോലെ തന്നെയാണ് ബാക്കിയുള്ള ഏത് ഹർഫുൽ അത്ഫ് വന്നാലും ഇതാണ് സ്ഥിതി. ശേഷമുള്ള വേർഡിന് പ്രീവിയസ് വേർഡിന്റെ സെയിം ഹർക്കത്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, യെസ്. അപ്പം പിന്നെ എന്താ ചെയ്യുക, മെയിൻ കൺജങ്ഷൻ ആയിട്ടുള്ള കുറേ വേർഡ് ഉണ്ട്. വാ ഉണ്ട്, ഔ ഉണ്ട്, സുമ്മ ഉണ്ട്, ഫ ഉണ്ട്, ബല ഉണ്ട്. ഇങ്ങനെ 4-5 ഉണ്ട്. ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് യൂസേജസ് ഓഫ് വാ കുറേ പറഞ്ഞല്ലോ. അതിൽപ്പെട്ട ഒരു 1-2 നിങ്ങൾക്ക് മെയിൻലി ഒരു 3-4 നിങ്ങൾക്ക് പറ്റുമെങ്കിൽ എക്സാമ്പിൾ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഇതാണെന്ന് നോക്കിയോ, അഹ്മദുൻ വ സാലിമുൻ. അഹ്മദ് ആൻഡ് സാലിം കെയിം. അഹ്മദും സാലിമും വന്നു എന്നുള്ളതാണ്. അപ്പോൾ നോക്കിയേ, അഹ്മദ് ആൻഡ് സാലിം രണ്ടിനും എന്താണ് ഹർക്കത്തുൽ ലമ്മാണ്. ഇത് ഫായിലായതുകൊണ്ട് ഹർക്കത്തുൽ ലമ്മ കാരണം അത് മഅ്തൂഫാണ് അല്ലേ. ഇനി അടുത്ത് ദഖൽ മുഅല്ലിമു സുമ്മൽ മുദീറു. ഇത് സുമ്മ എന്ന് പറഞ്ഞാൽ ശരിക്കും ഈ വായും ഫായും സുമ്മയും രണ്ടാലേശം ഒരേപോലെയാണ്, പക്ഷെ ഡിഫറൻസ് ഉണ്ട്. ഉദാഹരണത്തിന് സലീം, ഇപ്പോൾ ക്ലാസ്സിൽ ടീച്ചർ ക്ലാസ് എടുക്കുക കേട്ടോ. അപ്പോൾ ഒരുമിച്ച് ആര് വന്നു? സലീമും വന്നു, അഹമ്മദും വന്നു. ഒരുമിച്ച് വന്നിരിക്കണത്. അപ്പോൾ വാക്ക് ആ ഒരു മീനിങ് ഉണ്ട്, ഒരുമിച്ച് വന്നു നടക്കുന്നത്. ഓക്കെ, ഒരുമിച്ച് ടുഗദറിന് മീനിങ് ഉണ്ട്. ഫ എന്ന് പറഞ്ഞാലോ, ആദ്യം അഹ്മദ് വന്നു, ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് ആര് വന്നു? സലീം വന്നു. അപ്പോൾ ജാ അഹ്മദു വ ഫ സലീം എന്ന് പറയാം, ഒരു കുറച്ച് കഴിഞ്ഞിട്ട് വന്നു നടത്തുന്നത്. എന്നാൽ അഹ്മദ് ആദ്യം വന്നു, ഫ സാലിം, സുമ്മ സാലിമാണെങ്കിൽ കുറച്ച് നേരം കഴിഞ്ഞ് ലേറ്റായിട്ട് ഒരു അരമണിക്കൂറൊക്കെ ലേറ്റായിട്ട് വരുന്നതിനാണ് എന്താ പറയുക, സുമ്മ ഉപയോഗപ്പെടുത്തുക. ജാ അഹ്മദ് ലേറ്റ് സാലിം എന്നൊക്കെ പറയും. അപ്പം അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് വലിയൊരു അർത്ഥത്തിലേക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് നിങ്ങൾ അതിൻ്റെ എക്സാമ്പിൾസ് ഒക്കെ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് ചോദിച്ചാൽ ഈ ജാ അഹമ്മദു വ സാലിമു വാ ചോദിച്ചാൽ എഴുതാം, ഫ ചോദിച്ചാൽ ഇതിനെ എഴുതാം, സുമ്മ ചോദിച്ചാൽ ഇതിനെ എഴുതാം. പക്ഷെ എനിക്ക് ഇതിൻ്റെ ഡിഫറൻറ്റ് മീനിങ് ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ 8 ഭാഗമായിട്ട് 10 നമ്മൾ തൽക്കാലം സ്റ്റോപ്പ് ചെയ്യും കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് അടുക്കുമ്പം ഒന്ന് അറിഞ്ഞിരിക്കാം. ഓക്കെ, അപ്പോൾ ലമീർ മുത്തസിൽ മുൻഫസിലാണ് ആദ്യം. ഏറ്റവും സിമ്പിൾ അതാണ് ഞാൻ പറയാം. ഓക്കെ, മുത്തസിൽ ലമീറിനേക്കാളും സിമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന സംഗതി മുൻഫസിലായ ലമീറാണ്. അപ്പം ഇത് ചോദിച്ചാൽ നമുക്ക് അങ്ങനെ 5 മാർക്കിൻ്റെ രീതിയിൽ എങ്ങനെയാണ് വരിക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം ഡെഫിനിഷനാണ്. ഡെഫിനിഷൻ നമ്മൾ ആദ്യം കൊടുക്കുന്ന സമയത്ത് അതിന് 1 മാർക്ക് കിട്ടും. ഓക്കെ, എന്താണ് മുൻഫസിലായ ലമീർ എന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക. ടൈപ്സ് ആൻഡ് അതിൻ്റെ വ്യത്യസ്തമായ ടൈപ്സുകളുണ്ട്. അതും എക്സാമ്പിളൊക്കെ വെച്ച് പറയുമ്പോൾ അതിന് 3 മാർക്ക് നമുക്കതിന് കിട്ടും. ഇനി ഇതിൻ്റെ മെയിൻ കീ റൂൾസ് ആണ്. ഞാൻ പറയാം, കീ റൂൾസ് ആണ് ലാസ്റ്റ് ഹർക്കത്ത്, അതിന് ഏത് ഗ്രാമാറ്റിക്കൽ കേസ് അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് കീ റൂൾസിൽ പെടുക. അപ്പോൾ അതെങ്ങനെയാണ് വരിക എന്നുള്ളതൊന്ന് നമുക്ക് ഓർത്തിരിക്കാം. ഓക്കെ, ഇതാണ് ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, ഡെഫിനിഷൻ ആദ്യം പറയാം. ഓക്കെ, സെപ്പറേറ്റ് പ്രൊനൗൺസ് ആർ ഇൻഡിപെൻഡൻറ്റ് വേർഡ്സ് അല്ലേ. ഒറ്റക്ക് ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ഒറ്റക്ക് നിൽക്കാൻ പറ്റും. നല്ല ത്രാണിയുള്ള ആളാണ്, കേൾപ്പുള്ള ആളാണ്. ഓക്കെ, അത് നോട്ട് അറ്റാച്ച്ഡ് വിത്ത് ടു എനി അതർ വേർഡ്. വേറെ ഒരാളെ ബേക്കിലും തൂങ്ങി നിൽക്കേണ്ട ആവശ്യമില്ല, ഒറ്റക്ക് നിൽക്കാൻ കേൾപ്പുള്ള ആളാണ് ഈ മുൻഫസിലായ ലമീർ എന്നുള്ള പറഞ്ഞു തരുന്നത്. ഇൻഡിപെൻഡൻ്റ് ആണ്. ഇറ്റ് ഈസ് നെവർ അറ്റാച്ച്ഡ് വിത്ത് എനി അതർ വേർഡ്. ഓക്കെ, അപ്പോൾ ആ ടൈപ്സിലായിട്ടുള്ള ലമീറാണ് സെപ്പറേറ്റ് പ്രൊനൗൺ അഥവാ ലമീർ മുൻഫസില എന്ന് ജസ്റ്റ് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. അതിനുശേഷം അതിൻ്റെ ടൈപ്സുകൾ ഏതൊക്കെയാണ് ടൈപ്സ് എന്നുള്ളതാണ്. നമുക്കറിയാം അതിൻ്റെ ടൈപ്സുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ ശരിക്കും കോൺജുഗേഷൻ ഒക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. അതോടൊപ്പം ഏതൊരു കോൺജുഗേഷൻ നോക്കുമ്പോഴും 14 ഫോംസ് ഉണ്ടാവും. ഈ 14 ഫോംസും ആക്ച്വലി നമുക്ക് വരുന്നത് 3 രീതിയിലാണ്. ഒന്ന് ആണ് അല്ലേ, ഫസ്റ്റ് ഗോയിബിലാണ് വരിക, അതിൽ ശരിക്കും 6 ഉണ്ട്. സെക്കൻഡ് വരുന്നത് ഹാദിറാണ്, അതിനെ മുഖാത്തബ് എന്ന് പറയും, അതിലും 6 ഉണ്ടാവും. ഇനി തേർഡ് വരുന്നത് എന്താണ്, മുത്തക്കല്ലിമാണ്, അതിൽ 2 ഉണ്ടാവും. 6, 6, 2, 6 ഗോയിബ് വേർഡ്സ് ഉണ്ടാവും, 6 ഹാദിർ വേർഡ്സ് ഉണ്ടാവും, 2 മുത്തക്കല്ലിം വേർഡ്സ് ഉണ്ടാവും അല്ലേ. അപ്പം ടോട്ടൽ 14 ഫോംസ് ഉണ്ടാവും. അപ്പോൾ ഈ 14 ഫോംസ് നമുക്ക് ഇതിൽ അപ്ലൈ ചെയ്യേണ്ടതുണ്ടാവും. മുൻഫസിൽ ചോദിക്കുകയാണെങ്കിലും മുത്തസിൽ ചോദിക്കുമ്പോഴും ഈ 14 ഫോംസ് നമ്മൾ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ഫോംസുകൾ എഴുതുമ്പോൾ നമ്മൾ ആദ്യം കോളമൈസ് ചെയ്ത് നല്ല വൃത്തി കൊടുക്കുക. വൃത്തിയിൽ നിങ്ങൾ എന്തെങ്കിലും ചോദിക്കുന്ന സമയത്ത് ഈ സാധനം ഫിറ്റ് ചെയ്യണം കേട്ടോ.
ഫസ്റ്റ് എന്താണ് മുൻഫസില ലമീർ എന്ന് ആദ്യം പരിചയപ്പെടുത്തി കൊടുക്കുക, ഇൻട്രോ കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ ഫോംസുകൾ 14 ഫോംസുകൾ ജസ്റ്റ് നിങ്ങൾ എന്താക്കണം, അതവിടെ കൊടുക്കണം. അത് കൊടുക്കുമ്പം നിങ്ങൾ ആദ്യം എന്താക്കണം, ഗായിബ് ആദ്യം കൊടുക്കുക. ഓക്കെ, ഗായിബിൽ ആദ്യം എന്തുണ്ടാവും, സിംഗുലറിനുള്ള സാധനം ഉണ്ടാവും. അത് പിന്നെ ഡുവലിൻ്റെ ഫോം ഉണ്ടാവും, പ്ലൂരലിൻ്റെ ഫോമും അതിലുണ്ടാവും അല്ലേ. ആ മൂന്നും കൊടുക്കണം. ഓക്കെ, അത് നമുക്കറിയാം. ഹുവയാണ് ഫസ്റ്റ്, പിന്നെ ഹുമ എന്നുള്ളതാണ്, പിന്നെ ഹും എന്നുള്ളതാണ്, പിന്നെ ഹിയ എന്നുള്ളതാണ്, പിന്നെ ഹുമ എന്നുള്ളതാണ്, പിന്നെ ഹുന്ന എന്നുള്ളതാണ്. ഇതേ രീതിയിൽ നമുക്കതിൻ്റെ 6 ഫോംസ് ഉണ്ടാവും ഫസ്റ്റ് വായ്പിൽ. അതിൽ ആദ്യത്തെ 3 എന്തായിരിക്കും, ഇത് മെയിൽ ഉള്ളതായിരിക്കും, മുദക്കർ. സെക്കൻഡ് ഫീമെയിൽ ഉള്ളതായിരിക്കും, മുഅന്നസ് അല്ലേ. ഈ രീതിയിൽ ആദ്യത്തെ 6 സിമ്പിളായിട്ട് പരിചയപ്പെടുത്തി കൊടുക്കുക, വായ്ബിൻ്റെ 6. ഇതിൽ അതിന് ഏതെങ്കിലും സിമ്പിളായിട്ടുള്ള എക്സാമ്പിൾ കൊടുക്കുക. ഹുവ ഖാത്തിബുൻ, ഫോർ എക്സാമ്പിൾ ഹുവ ഖാത്തിബുൻ. 1-2 എക്സാമ്പിൾ കൊടുക്കുക. ഹുവ ഖാത്തിബുൻ, ഹീസ് എ റൈറ്റർ. ഓക്കെ, ഹീസ് എ റൈറ്റർ, സിമ്പിൾ. ഇതേ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ പിന്നെ ടൈപ്സിനെയും വ്യക്തമാക്കുക. ഫസ്റ്റ് നമ്മൾ ഗായിബ് വ്യക്തമാക്കി. ഇനി അതേപോലെ തന്നെ എന്ത് ചെയ്യുക, നമുക്ക് ഹാദിറിനെയും വ്യക്തമാക്കാം. ഹാദിറിനെ വ്യക്തമാക്കുമ്പോൾ നമുക്ക് അവിടെ നമ്മൾ മൂന്ന് കോളം വരക്കുന്നുണ്ടാവും. ഓക്കെ, സിംഗുലർ ഉണ്ടാവും, ഡ്യുവൽ ഉണ്ടാവും, പ്ലൂറൽ ഉണ്ടാവും. ഈ 3 കോളം വരക്കുന്നുണ്ടാവും. ഗായിബ് അല്ല കേട്ടോ, ഹാദിറാണ്. ഹാദിർ പറയുന്ന സമയത്ത് നമുക്കിവിടെ 3 ഉണ്ടാവും. അതിൽ ഹാദിറിലൊക്കെ എപ്പോഴും ആ ഉണ്ടാവും. ഒന്നും പറയില്ല, അനക്കരല്ലേ. മലപ്പുറം ഭാഷയിലൊക്കെ പറയും അനക്ക്. എൻ്റെ പേരെന്തായിക്കല്ലേ. അപ്പോൾ എൻ്റെ എന്നുള്ള സാധനത്തിൻ്റെ ഫസ്റ്റ് വേർഡായ ആ വെച്ചിട്ടുള്ള സാധനമാണ് ഹാദിർ ഉണ്ടാവുക. അപ്പോൾ അൻത എന്നുള്ള സംഗതിയാണ്. അൻത, അൻതുമാ, അൻതും. ഓക്കെ, അത് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. പിന്നെ അതിൽ ശ്രദ്ധിക്കേണ്ടത് അതിയാണ്. അൻതുമാ ആണ് അടുത്തത്, പിന്നെ അൻതു. അപ്പൊ ഈ 6 ഹാദിറിന്റെ 6 വേർഡ്സും പരിചയപ്പെടുത്തി കൊടുക്കുന്നു സിമ്പിളായിട്ട്. അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യുക, അതിന്റെ ഒരു എക്സാമ്പിൾ, ഇതിൽപ്പെട്ട ഏതെങ്കിലും ഒരു വേർഡ്സിട്ടുള്ള എക്സാമ്പിൾ. എന്താണ്, അൻത ത്വാലിബുൻ, യു ആർ എ സ്റ്റുഡൻറ്. ഓക്കെ, യു ആർ എ സ്റ്റുഡൻറ്, സിമ്പിളായിട്ട്. നോക്കിയേ, അൻത എന്നുള്ള വേർഡ് അറ്റാച്ച് നിൽക്കുന്നുണ്ടോ, സെപ്പറേറ്റ് ചെയ്താൽ നിൽക്കുന്നത് അല്ലേ, ഒരു വേർഡായിട്ട് ചേർന്ന് നിൽക്കുന്നില്ല. അപ്പോൾ ഈ രീതിയിൽ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ നമ്മൾ 2 കഴിഞ്ഞിട്ടോ. സിമ്പിളായിട്ട് ഒന്ന് ഓടിച്ചു പോവാണ്, ഡീറ്റെയിൽ ആയിട്ട് എന്താണ് നിങ്ങളൊക്കെ മനസ്സിലാക്കിയവരാണ്, എന്നാലും ഒന്ന് ഓടിച്ചു പോകാന്ന് മാത്രം. ഇനി നമുക്ക് തേർഡ് 1 ആയിട്ടുള്ളതാണ് എന്ത്, മുത്തക്കല്ലിം എന്നുള്ളത്. മുത്തക്കല്ലിമിൽ 2 ഫോമേ ഉള്ളൂ, സിംഗിളിനും പിന്നെ ഡുവലിനുള്ളത്. ഓക്കെ, ഡുവൽ ആൻഡ് പ്ലൂറൽ. ഓക്കെ, അപ്പോൾ ഡുവലിനും പ്ലൂറലിനൊക്കെ ഇതന്നെ ഉപയോഗപ്പെടുത്താം. അപ്പോൾ അതാണ് എന്ത്, അന എന്നുള്ളത്, ഐ എന്ന് ഉപയോഗപ്പെടുത്തുന്നത്. സെക്കൻഡ് നെഹ്നുവാണ്. ഓക്കെ, ഐ, വി. അപ്പോൾ ഇതാണ് എന്ത്, ആക്ച്വലി മുത്തക്കല്ലിമിലുള്ള 2 ലമീറുകൾ. അപ്പോൾ ഇത് വെച്ചിട്ട് ഒരു എക്സാമ്പിൾ കൊടുക്കുക. അന ത്വാലിബുൻ, ഐ ആം എ സ്റ്റുഡൻറ്റ്. ഓക്കെ, അപ്പോൾ ഇതേ രീതിയിൽ എന്ത് ചെയ്യാം, നമുക്ക് ആ 3 ലമീറിൻ്റെയും ടൈപ്സുകൾ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം വിത്ത് ഈവൻ 1 or 2 എക്സാമ്പിൾസ്. ഓക്കെ, അതാണ് അവിടെ ചെയ്യേണ്ടത്. തേർഡ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, ഫസ്റ്റ് പേഴ്സൺ. അപ്പോൾ അതിൻ്റെ എല്ലാ സംഗതികളും നമ്മൾ കോളമൈസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ്. ഓക്കെ, ഇനി മെയിൻ കീ റൂൾസ് ആണ്. കീ റൂൾസ് എന്ന് പറയുമ്പോൾ ഇത് എവിടെയാണ്, ഏത് പൊസിഷനിലാണ് വരിക എന്നുള്ളതാണ്. ആക്ച്വലി ഇത് വരുന്നത് എപ്പോഴും മുബ്തദയുടെ പൊസിഷനാണ്. മുബ്തദയുടെ പൊസിഷനിലാണ് എപ്പോഴും ഈ മുൻഫസിലായ ലമീർ വരിക എന്നുള്ളതാണ്. മീൻസ് മുബ്തദ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ പൊസിഷൻ എന്താണ്, റഫ് ആണോ, നസ്ബാണോ, ജറാണോ, എന്താണ്, മുബ്തദയുടെ അവസാനം എപ്പോഴും റഫ് ആണ് അല്ലേ, ലമ്മിൻ്റെ പൊസിഷനാണ്. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം,
ഓക്കെ ആണോ? ഓക്കെ, ചെറിയൊരു ടെക്നിക്കൽ ഇഷ്യൂ ആണ്. നമുക്ക് എവിടെ എത്തിയപ്പോൾ മുത്തസിൽ ലമീറിന്റെ 14 ഫോംസ് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 3 ടൈപ്സിൽ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഒന്നാമത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് ഒന്ന് അറ്റാച്ചിങ് വിത്ത് ഇസ്മാണ്. അറ്റാച്ചിങ് വിത്ത് നൗൺ. നൗണിന്റെ കൂടെ ചെയ്തിട്ട് മുത്തസിൽ ലമീർ വരും. ഇപ്പൊ ഹൂ ആണ് കൊടുക്കുന്നത്. കിതാബുഹു, ഓക്കെ, ഇസ്മുഹു, ഓക്കെ, ഇസ്മുഹു, കിതാബുഹു, ഖലമുഹു, അവന്റെ പേന, അവന്റെ പുസ്തകം, അവന്റെ പേര് എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യുന്നു, പിന്നെ ഒരാളുടെ അർത്ഥത്തിൽ വരുന്ന സാധനത്തിലാണ് ഇസ്മിന്റെ കൂടെ ചേർന്നത്. മദ്രസത്തി, മൈ സ്കൂൾ എന്നൊക്കെ പറഞ്ഞ് എന്താ ചെയ്യുക, സിമ്പിൾ ആയിട്ട് ഒരു നൗണിന്റെ കൂടെ ചേർന്ന് വരാറുണ്ട്. കിതാബുഹു, കിതാബുഹുമ, കിതാബുഹു, കിതാബുഹ, അങ്ങനെ എല്ലാത്തിനും ചേർന്ന് വരും. ഇത് അവന്റെ പേന, ആ 2 പേരുടെ പേന, ആ ആൾക്കാരുടെ എല്ലാവരുടെയും പേന എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യുന്നു, ഫുൾ വ്യക്തം. ഇതിന്റെ 14ന്റെ കൂടെയും വരും. ഓക്കെ, അപ്പം ഇതാണ് ഒന്നാമത്തെ. രണ്ടാമത്തെ ടൈപ്പ് അറ്റാച്ചിങ് വിത്ത് എന്താണ്, വേർബാണ്. വേർബിന്റെ കൂടെയും അറ്റാച്ച് ചെയ്ത് വരും എന്നുള്ളതാണ്. ഓക്കെ, ഫസ്റ്റ് വൺ എന്താണ്, കതബഹു മുഹമ്മദ്. സിമ്പിൾ, മുഹമ്മദ് റോട്ട് ഇറ്റ്. കതബിന്റെ കൂടെ കതബഹു, കതബഹുമ എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യാൻ പറ്റും. ഏതൊരെണ്ണത്തിന്റെ കൂടെ ഫിറ്റ് ആക്കാൻ പറ്റും. ഈ 14 കൂടെ ഫിറ്റ് ആക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ മുഹമ്മദ് റോട്ട് ഇറ്റ്, മുഹമ്മദ് അതിനെ എഴുതി പറഞ്ഞ രീതിയിലാണ്. ലറബഹു മുഅല്ലിമുൻ, ടീച്ചർ ഓനെ തല്ലി. ഓക്കെ, ഇനി ലറബഹ, ടീച്ചർ ആളെ തല്ലി. ഇവിടെ ഇത് ശരിക്കും വെർബിന്റെ കൂടെ ചേർന്ന്, ഞാൻ പറഞ്ഞില്ല ഇത് 2ന്റെ കൂടെ, ഇതിൽ 2 കേസ് വരും. വെർബിന്റെ കൂടെ ചേർന്ന് വരുമ്പോഴാണ് നീ ഉപയോഗിക്കുക. ലറബനി മുഅല്ലിമുൻ, ടീച്ചർ ഇന്നെ തല്ലി. ലറബന, നമ്മളെല്ലാവരും ടീച്ചർ തല്ലി. അപ്പൊ ഈ രീതിയിലൊക്കെ എന്ത് ചെയ്യും, ഈ വെർബിന്റെ കൂടെയും ഈ തരത്തിലുള്ള ലമീർ ചേർന്ന് വരും. അറ്റാച്ച് ചെയ്ത് വരും. ഓക്കെ, ഇനി ഇതിന്റെ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വേറെ സംഗതി. മൂന്നാമത് വരുന്നത് അറ്റാച്ചിങ് വിത്ത് ഹർഫാണ്. ഓക്കെ, പ്രിപ്പോസിഷന്റെ കൂടെ ചേർന്ന് വരും. അപ്പം നോക്കിക്കോ, അതിന്റെ ദഹബ ഇലൈഹി എന്നാണ്. ദഹബ്തു ഇലൈഹി, ഐ വെന്റ് ടു ഹിം. ദഹബ്തു ഇലൈഹ, ഐ വെന്റ് ടു ഹെർ. ദഹബ്തു ഇലൈക, ഐ വെന്റ് ടു യു. ഓക്കെ, അപ്പൊ ഈ രീതിയിൽ ഈ 14 എണ്ണത്തിനെയും കൂടെ ചേർന്ന് വരും. ഹർഫുജറിന്റെ കൂടെ, പ്രിപ്പോസിന് ശേഷം വരും, ഇസ്മിന് ശേഷം വരും, നൗണിന് ശേഷം വരും. അപ്പൊ ഞാൻ ഒന്നിന് പറയാണ്, അത് ചേർന്ന് വരുമ്പം നിങ്ങൾ അവിടെ എക്സ്പ്ലെയിൻ ചെയ്യണം കീ റൂൾസ്. അതും കൂടെ ചേരുമ്പോഴാണ് ഫിറ്റ് ആവുക കേട്ടോ. അപ്പം ഇസ്മിന്റെ ഹർഫുജറിന് ശേഷം വരുമ്പോഴത് മജ്റൂറിന്റെ പൊസിഷനിലായിരിക്കും ഉണ്ടാവുക. ഗ്രാമാറ്റിക്കൽ മജ്റൂർ ആയിരിക്കും. കിതാബിൻ ഒരു ഇസ്മിന്റെ കൂടെ ശേഷം ചേർന്ന് വരുമ്പോൾ അത് മുലാഫുൻ ഇലൈഹി, നിന്റെ പേന, എൻ്റെ വീട്, അല്ലെങ്കിൽ അവരുടെ കാർ എന്ന് പറഞ്ഞ് ഒരാളുടെ അർത്ഥം ചെയ്യും. അപ്പം അത് മുലാഫുൻ ഇലൈഹി ആയിരിക്കും ഇസ്മിന്റെ കൂടെ ചേർന്ന് വരുമ്പോൾ. ഇനി ഫീലിന്റെ കൂടെ ചേർന്ന് വരുമ്പോൾ ഈ ലമീർ എപ്പോഴും വരുന്നത് ഏത് പൊസിഷനിലായിരിക്കും, മഫ്ഊലിന്റെ ഗ്രാമാറ്റിക്കൽ പൊസിഷനിലായിരിക്കും. ലറബഹു സലീമുൻ, സലീം അവനെ തല്ലി. അപ്പൊ ആ സംഗതി എപ്പോഴും മഫ്ഊലിന്റെ ഗ്രാമാറ്റിക്കൽ പൊസിഷനിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പം ഈ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻ വരുന്നത് മിക്കവാറും വരുന്നൊരു ക്വസ്റ്റ്യന്റെ മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. അതും കൂടെ പറഞ്ഞ് നമുക്ക് തൽക്കാലം ഈ ഒരു പോർഷൻ നമുക്ക് വായിക്കാം. ഉദാഹരണത്തിന് എന്താണ്, ലറബഹു മുഅല്ലിമുൻ എന്നൊരു എക്സാമ്പിൾ. എന്നിട്ട് ചോദിക്കുകയാണ്, ഹൂ ഇൻ ദിസ് സെന്റൻസ്, ഈ സെന്റൻസിൽ ഹൂ എന്ന ലമീർ എന്താണ്? ഉദാഹരണം, ഫി ഹാലത്തിൽ നസ്ബി, ഫി ഹാലത്തിൽ ജരി, ഫി ഹാലത്തിൽ റഫ്ഇ. ഇങ്ങനെ ക്വസ്റ്റ്യൻ ഉണ്ടാവും. റഫ്ഇ, നസ്ബി, ജരി, ഇങ്ങനെ ഓപ്ഷൻ ഉണ്ടാവും. എന്താണ് നല്ലതാണ് ഫീൽ. അപ്പം അങ്ങ് നോക്കേണ്ടത് ഇത് ഈ ലമീർ ചേർന്ന് വന്നിട്ടുള്ളത് ഇസ്മിന്റെ കൂടെയാണോ, ഹർഫിന്റെ കൂടെയാണോ, ഫീലിന്റെ കൂടെയാണോ? ഇത് ഫീലിന്റെ കൂടെയാണ് അല്ലേ. ഫീലിന്റെ കൂടെയാണെങ്കിൽ അത് നസ്ബായിരിക്കും. നസ്ബ കാണത് മഫ്ഊലായിട്ട് ഗണിക്കപ്പെടും എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിലാണ് എന്താക്കുന്നത്, ഈ തരത്തിന് ആൻസർ ചെയ്യേണ്ടത്. ഇനി വേറെ ക്വസ്റ്റ്യൻ ഉണ്ടാവും, ഈ ഹൂ എന്നുള്ളത് എന്താണ്? വേറെ ക്വസ്റ്റ്യൻ കേട്ടോ. മഫ്ഊൽ എന്നുണ്ടാവും, മുളാഫുലേഹി എന്നുണ്ടാവും,
പിന്നെ ഉണ്ടാവും എന്ത് മജ്റൂർ എന്നുണ്ടാവും ഒരു ഓപ്ഷൻ. വേറൊരു ടൈപ്പ് ആൻസർ വരുന്ന രീതി ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ മെത്തേഡ്. ഹു ഇൻ ദി സെന്റൻസ് ഡാഷ് മഫൂൽ മുദാഫ് ഇലൈഹി മജ്റൂർ. അപ്പോൾ നോക്കുക, അത് ഫീൽഡിന്റെ കൂടെയാണ് നോക്കുക. ഫീൽഡിന്റെ കൂടെ ലമീർ അറ്റാച്ച് ചെയ്ത് വരുമ്പോൾ അത് എപ്പോഴും മഫൂൽ ആയിരിക്കും അല്ലേ, ഫി ഹാലത്തി നസ്ബി ആയിരിക്കും. മഫൂൽ എന്നുള്ള രീതിയിൽ അതിനെ മാർക്ക് ചെയ്യുക. ഇതാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ ആണല്ലോ അല്ലേ? അപ്പോൾ ഇതാണ് മുൻഫസിലായ ലമീർ എന്നുള്ള ഒരു ഭാഗം ചോദിച്ചാൽ നിങ്ങൾ എഴുതേണ്ടത്. അപ്പോൾ ആദ്യം എന്താണ് ലമീർ മുൻഫസിൽ എന്ന് പറയാ, ശേഷം അതിൻ്റെ 3 തരത്തിലും അറ്റാച്ച് ചെയ്ത് വരുന്ന ആ ടൈപ്സുകൾ പരിചയപ്പെടുത്തുക. വേർബിൻ്റെ കൂടെ, നൗണിൻ്റെ കൂടെ, പ്രിപ്പോസിൻ്റെ കൂടെ ചേർന്ന് വരുമെന്ന് പറയാം. അപ്പോൾ ചേർന്ന് വരുമ്പം അതെന്തായിരിക്കും? മഫൂലാണ്. ഇതിൽ നൗണിൻ്റെ കൂടെ മുദാഫ് ഇലൈഹിയാണ്. പ്രിപ്പോസിന് ശേഷം അതെന്താണ്? മജ്റൂറാണ്. അപ്പോൾ ആ രീതിയിൽ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുക. ശേഷം നിങ്ങൾ ആ 14 ഫോംസിൻ്റെ എസ്സൈൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തുള്ള ഒരു ടേബിൾ കൊടുക്കുക. അപ്പോൾ അതോടുകൂടി നമുക്ക് ലമീർ മുൻഫസിലിൻ്റെ 5 മാർക്ക് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമ്മുടെ സെഷൻ ഈ 10th നമുക്ക് വേണ്ട ടെസ്റ്റ് സെഷൻസ് ഫുൾ കംപ്ലീറ്റ് ആയിട്ടൊന്നുമില്ല, നമ്മൾ പകുതി മാത്രം എടുത്തിട്ടുള്ളത്. അപ്പം ഈ ഭാഗം നമുക്ക് ഇൻഷാ അല്ലാഹ് പിന്നീട് എടുക്കാം. അപ്പോൾ ഏകദേശം ഒരു ഹാഫ് പോർഷൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഇനി ഡുവൽ ഫോം ഉണ്ട്, പ്ലൂറൽ ഉണ്ട്. പ്ലൂറലത്തിന് സൗണ്ട് മെസ്കുലിൻ പ്ലൂറൽ, ഫെമിനിൻ പ്ലൂറൽ, ബ്രോക്കൺ പ്ലൂറൽ, അതുപോലെ നവാസിബ്, അൽവൻ, അതോടൊപ്പം തന്നെ നൂൻ സഖീല, ഖഫീഫ, ഇങ്ങനെയൊക്കെ വേറെയും ഒരുപാട് ഏരിയകളുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ ഭാഗങ്ങളൊക്കെ നമുക്ക് ഇനി അടുത്തൊരു സെഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ നമ്മുടെ ഈ ഏരിയ ആവശ്യം വൈൻഡ് അപ്പ് ചെയ്യാണ്. ഒരു 10ഓളം ഏരിയകൾ നമ്മളിന്ന് കവർ ചെയ്തിട്ടുണ്ട്, ഹാഫ് പോർഷൻസ് ഇന്ന് കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത സെഷൻ നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം കാണാം. ഓക്കെ, എല്ലാവർക്കും നന്നായി പഠിക്കാനും നന്നായി മാർക്ക് സ്കോർ ചെയ്യാനും ഈ ഭാഗത്തുള്ള നന്നായി മാർക്ക് ചെയ്ത് ഗംഭീരമായ സ്കോർ ചെയ്യാൻ സാധ്യമാവട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടെ വിജയാശംസകൾ.